അപ്പം മനസ്സിലാകാത്ത അച്ചച്ച സംസാരിക്കുന്ന പോലെ, നിങ്ങൾ റോബിച്ചാൻ സംസാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല, അതെയോ ജോർജ് ചാൻ സംസാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല എൻ്റെ സംസാരം. ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം ഈ കേരളത്തിൽ തന്നെയാണ്, പാലായിൽ തന്നെയാണ്. എനിക്ക് മലയാളം നന്നായിട്ട് വായിക്കാനും നമുക്ക് നന്നായി സംസാരിക്കാനും അറിയാം. പക്ഷേ മലയാളത്തിൽ പ്രസംഗിച്ചിട്ടുള്ള ഒരു ശീലമില്ല എന്നുള്ള കുഴപ്പമുള്ളൂ. ഞാൻ പ്രസംഗിക്കുന്നതൊക്കെ കൂടുതലും ഇംഗ്ലീഷിലായതുകൊണ്ട് ശീലമില്ല എന്നുള്ള ഒരു കുഴപ്പം കൊണ്ട് മാത്രമേ ഉള്ളൂ. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. ഞാൻ പറ്റാവുന്നത്രയും മലയാളത്തിൽ തന്നെ പ്രസംഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാനൊരു ഒരു പർട്ടിക്കുലർ മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ തയ്യാറായി വന്നത്. എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഈ ചർച്ചിലുള്ള ആരോ ഒരാൾ എൻ്റെ മെസ്സേജിനെ അങ്ങ് മാറ്റിക്കളയും ഇന്ന് രാവിലെ. അതിൻ്റെ കാരണം മിക്കവാറും നിങ്ങൾ തന്നെയായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവം ഒരാളോട് ഇടപെടണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവൻ ഇടപെട്ടുക തന്നെ ചെയ്യും. അതിന് ഇടയ്ക്ക് നിൽക്കുന്ന ആൾ ആരാണെന്നുള്ളൊരു വസ്തുതയല്ല. എൻ്റെ ജീവിതം ഞാൻ ഗ്രേസുള്ള ഇപ്പോഴത്തെ കാലഘട്ടം, അതായത് ഈ കാലഘട്ടം ഒരു പ്രത്യേക രീതിയിലാണ് ഞങ്ങളിപ്പോൾ ഓടുന്നത്. അത് ഞാൻ പറയാം, രണ്ടു സാക്ഷ്യങ്ങൾ പറയുമ്പോൾ മനസ്സിലാവും. അതിനൊക്കെ മുമ്പ് ഒരിക്കൽ കൂടെ ഹോളി ട്രിനിറ്റി ചർച്ചിലെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. കാരണം ജസ്സിൻ്റെയും മാൻസിയുടെയും വിവാഹം നടന്നത് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നതാണ്. പക്ഷേ അതിനേക്കാൾ ഉപരിയായി ചർച്ചിലുള്ള എല്ലാവരും പ്രാർത്ഥിച്ചൊരു വിഷയമാണ്. ഒരു തവണ പ്രാർത്ഥിച്ചതല്ല, കുറേ കാലഘട്ടമായി എല്ലാവരും പ്രാർത്ഥിച്ച ഒരു വിഷയത്തിന് ദൈവം നൽകിയ മറുപടിയാണ് ഈ മുമ്പിലിരിക്കുന്ന ആൻസി. ദൈവം ഒരു പ്രൂഡൻറ്റ് വൈഫിനെയാണ് ജസ്സിന് കൊടുത്തത്. യഹോവയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന നല്ലൊരു ഭാര്യയെ കുടുംബത്തിലേക്ക് ദൈവം കൊണ്ടുവന്നതാണ്. അതിനുവേണ്ടി ചർച്ചിലുള്ള ഏവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. കാരണം നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ഞങ്ങൾക്കിവിടെ കാണുന്നത്. ഞാൻ ഇടയ്ക്ക് ഇപ്പം ഞങ്ങളുടെ ആദ്യത്തെ കൊച്ച് ആശുപത്രി കയറിയ ആ സമയത്ത് സഭയായിട്ട് നിന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ രണ്ടാമത്തെ കൊച്ച് ഉണ്ടാകുന്ന സമയത്ത് സഭയായിട്ട് പ്രാർത്ഥിച്ചു. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകുമ്പം, എന്തെങ്കിലുമൊക്കെ കൊച്ച് ഞങ്ങൾക്ക് അസുഖങ്ങളൊക്കെ ഉണ്ടാകുമ്പം റോബിച്ചായ നിങ്ങളോട് പറയും, നിങ്ങൾ പ്രാർത്ഥിക്കും. ആ സമയത്തൊന്നും നേരിട്ടൊരു നന്ദി പറയാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ അവസരം ഞാൻ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ പർട്ടിക്കുലറി പ്രാർത്ഥിക്കുന്ന ജനങ്ങളായതുകൊണ്ട് നന്ദി പറയാം. കാരണം നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഞങ്ങളുടെ ജീവിതം നിൽക്കുന്നത് മറ്റു ജനങ്ങളുടെ പ്രാർത്ഥനയാലാണ്. ഞങ്ങൾ ജീവിക്കുന്നത് മറ്റുള്ളവരെ പ്രാർത്ഥനയിൽ ഉയർത്തിയാണ്. ഞങ്ങൾ ജോർജ് ഉടിച്ചാന് വേണ്ടി പ്രാർത്ഥിക്കും, ഞങ്ങൾ സാവപാസിന് വേണ്ടി പ്രാർത്ഥിക്കും. കാരണം അച്ചച്ചയുടെ കൂടെ നിൽക്കുന്ന ജനങ്ങളെ ഞങ്ങൾ പ്രാർത്ഥിക്കും. അതുപോലെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് നന്ദി പറയും കേട്ടോ. താങ്ക് യു. ഞാനും ഗ്രേസും ഞങ്ങളുടെ ജീവിതം ഇപ്പോൾ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം. ഈ ജോർജ് ചായ പറഞ്ഞ കോവിഡിൻ്റെ സമയത്ത് അനേകം പേര് ദൈവത്തിൽ നിന്നും ദൈവവചനത്തിൽ നിന്നും സഭാരാധനയിൽ നിന്നും എല്ലാം ഓടിപ്പോയതാണ്. എന്നാൽ കോവിഡിൽ ഞങ്ങളുടെ ഭവനം എങ്ങനെ ഓടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വചനത്തിലേക്ക് കൂടുതലായി, അതുപോലെ തന്നെ ദൈവസ്വരം കേൾക്കുവാൻ വേണ്ടി. എങ്ങനെ ദൈവസ്വരം ക്ലിയറായിട്ട് കേൾക്കുക, അതിനുവേണ്ടിയുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ദാഹം ഞങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകുക. അപ്പം എസ്പെഷ്യലി കോവിഡിൻ്റെ സമയത്ത് ഈ കേരളത്തിലൊക്കെ അനുഭവിച്ചു പോയിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ആൻസിയൊക്കെ കുറച്ചുകൂടെ അനുഭവിച്ചിട്ടുണ്ടാകും. ഞങ്ങൾ ഈ മൊത്തം കോവിഡ് സീസണിൽ 2 ആഴ്ച മാസ്ക് ഇട്ടു. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഇവിടെ നിങ്ങൾ കൊല്ലങ്ങളായി മാസ്ക് ഇടുകയും ലോക്ക്ഡൗണായി അകത്തിരിക്കുകയൊക്കെ ചെയ്തില്ല. അതൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉണ്ടായില്ല. അതിൻ്റെ കാരണം ആ സമയത്ത് രാജ്യത്തിൻ്റെ ബോർഡറുകൾ അടച്ചുകൊണ്ടും സ്റ്റേറ്റിൻ്റെ ബോർഡറുകളൊക്കെ അടച്ചുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് അവരത് തുറക്കുന്നത്. എന്നാൽ ആ സമയത്ത് ഭയങ്കര ഒരു ആഗ്രഹം, അതായത് ദൈവത്തിൻ്റെ സ്വരം കേൾക്കണം. അപ്പം ദൈവത്തിൻ്റെ സ്വരം കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു വ്യക്തമായിട്ട് കാര്യം പറയാൻ വേണ്ടി, ഞാൻ രക്ഷിക്കപ്പെട്ടത് ഒരു അനുഭവത്തിലൂടെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ മണ്ണാർക്കയം എന്ന് പറഞ്ഞ സ്ഥലത്ത് ജോസാനത്താനത്തിൻ്റെ ഒരു ഇതുപോലൊരു സഭയുണ്ട്. ആ സഭയിൽ ഒരു വ്യക്തി എന്നെ ഇൻവൈറ്റ് ചെയ്തപ്പം ഞാൻ അവരുടെ അന്നത്തെ ദിവസം എന്തുകൊണ്ട് പോയെന്നറിയത്തില്ല. എന്നാൽ അവിടെ ചെല്ലുകയും പുള്ളി എന്നോട്, അപ്പം ആരാണ് ഇവിടെ നിന്നത് എന്ന് ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല, ചിലപ്പോൾ ജോസങ്ങളായിരിക്കും. പക്ഷെ ആരാണോ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ആവശ്യമുണ്ടെങ്കിൽ ഒരു ശ്വാസം അകത്തേക്ക് വലിച്ചെടുക്കുക എന്നുള്ളത്. അപ്പം മാനസികമായി ചിന്തിച്ച് കഴിഞ്ഞാൽ എന്തൊരു മണ്ടത്തരമാണ്. എന്നാൽ അദ്ദേഹം പറഞ്ഞതിനെ ഉണ്ടല്ലോ, ഞാൻ കണ്ണടച്ചിട്ട് പറഞ്ഞു, ദൈവമേ നീ
സത്യമാണെങ്കിൽ, നീ റിയൽ ആണെങ്കിൽ നീ പ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ശ്വാസം എടുക്കുക. ആ ഒരൊറ്റ ശ്വാസത്തിൽ ഞാൻ ഇതുവരെ അനുഭവിക്കാത്ത ഒരു അനുഭവം, ശരീരത്തിൽ അനുഭവിച്ചറിയുന്ന ഒരു അനുഭവമാണ് എൻ്റെ ശരീരത്തിലുണ്ടായത്. ആ അനുഭവം എന്നാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കണ്ണുകളെ തുറന്നു. ഒരു വ്യക്തി എന്നോട് പറഞ്ഞു തന്നതിനേക്കാൾ ഉപരിയായി ആ അനുഭവത്തിലൂടെ എൻ്റെ പുറത്തേക്ക് ഇറങ്ങി. ആ അനുഭവത്തിന് എത്ര നേരം നിന്നൊന്നും നമുക്കറിയത്തില്ല, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്കറിയത്തില്ല. പക്ഷേ ആ ഒരൊറ്റ അനുഭവം, പരിശുദ്ധാത്മാവ് എന്ന് ഞാൻ സൺഡേ സ്കൂളിൽ പഠിച്ചത് വാസ്തവമായി ശരീരത്തിൽ അനുഭവിച്ചറിഞ്ഞാണ്. ആ അനുഭവിച്ചറിഞ്ഞപ്പോൾ ദൈവം എൻ്റെ കണ്ണുകൾ തുറന്നു. അതിനുശേഷം എനിക്ക് മനസ്സിലായി, എൻ്റെ സൽപ്രവൃത്തികൾ കൊണ്ടല്ല, യേശുവിൻ്റെ ക്രൂശിലെ പ്രവൃത്തിയാൽ ഞാൻ നീതീകരിക്കപ്പെട്ടു. അങ്ങനെ നീതീകരിക്കപ്പെട്ടു എന്നുള്ള ആ ബോധ്യം ദൈവം ആ നിമിഷം നൽകുകയാണ്. അതായത് അതൊരു ദൈവത്താൽ നൽകപ്പെട്ട ഒരു കാര്യമാണ്. കൂടുതലായിട്ട് ബൈബിളിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. ആകെ അറിയാവുന്നത് യേശു എനിക്ക് വേണ്ടി മരിച്ചതിനാൽ ഞാനിനി ഒന്നും ചെയ്യണ്ട, ദൈവം എന്നെ നോക്കുമ്പോൾ നീതീകരിക്കപ്പെട്ടത്. ഇപ്പോൾ ഞാൻ മരിച്ചാൽ സ്വർഗത്തിൽ പോകും. ഇന്ന് രാവിലെ മാടപ്പള്ളിയിൽ നിന്നുള്ള ശൈലജ ചേച്ചി വന്ന് സ്നാനപ്പെട്ടു, റോബിച്ചായനെ സ്നാനപ്പെടുത്തി. ദൈവം മാടപ്പള്ളിയിലേക്ക് ഒരു വാതിൽ തുറന്നിരിക്കുകയാണ്. ദൈവം ഓരോ സമയത്തും എന്തെങ്കിലും ചെയ്യുമ്പം വ്യക്തികളിലൂടെയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഈ 6-ാം തീയതി പോകുമ്പോഴത്തേനും നിങ്ങൾ പോകാൻ പോകുന്നത് ചുമ്മാ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയല്ല. ദൈവം ചെയ്യുമ്പം ആദ്യം ഒരു വാതിൽ തുറക്കും, എന്നിട്ട് അതിലൂടെയാണ്. ആ വാതിലാണ് ശൈലജ ചേച്ചി. ഇവിടെ എവിടെയും ഇരിപ്പുണ്ടോ, പക്ഷേ ഒരു വ്യക്തി ആണ് അതിൻ്റെ വില ആദ്യം കൊടുക്കുന്നത്. ആ വ്യക്തി വന്നിട്ട് പറഞ്ഞു, അച്ഛയോട് വന്ന് പറഞ്ഞു, അതായത് ജോർജ് പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ് എന്ന് ചോദിച്ചു, ആരെങ്കിലും പറഞ്ഞിട്ടാണ് സ്ഥാനപ്പെടുന്നത്, അതായത് അത് സ്വന്തമായിട്ടുള്ളതാണോ? അപ്പോൾ സ്വന്തമായിട്ട് വന്ന് ഈ സഭയിൽ ഒരു വാതിൽ തുറന്നിരിക്കുകയാണ് മാടപ്പള്ളിയുടെ മേലെ. അപ്പം നിങ്ങളീ പോകുമ്പം നിങ്ങൾ ഈ വാതിലും ആ വ്യക്തി എന്നുള്ള ആ വ്യക്തിയിലൂടെ ദൈവം തുറന്നു വെച്ച അതിനെ പൂർണ്ണമായി യൂസ് ചെയ്യാത്ത രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത്. ഞാൻ തിരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പം ആ സമയത്ത് എനിക്ക് ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നത് ഇതുപോലെ ആരെങ്കിലും വചനം പ്രഘോഷിക്കുമ്പോൾ വിശ്വാസം വർദ്ധിക്കുന്ന അങ്ങനെ തന്നെയാണ്, വചനം പ്രഘോഷിക്കുമ്പോഴാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൽ നിന്ന് കേൾക്കുക എന്ന് പറഞ്ഞ് ഒരൊറ്റ ചാനലുണ്ടായിരുന്നു. നിങ്ങൾ ടി വി കാണുന്നത് ഒരു ചാനലിലൂടെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കും. അത് ഒരാൾ വചനം പ്രഘോഷിക്കുമ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടത് ഇവിടെയാണെങ്കിലും പിന്നെ വളർന്നതെല്ലാം എൻ്റെ സ്പിരിച്വൽ ആത്മീയമായ വളർച്ച മുഴുവൻ ഉണ്ടായത് ഓസ്ട്രേലിയയിലാണ്. അതുകൊണ്ട് എന്നാന്ന് പറ്റി കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊന്നും എനിക്കില്ല, എൻ്റെ ചിന്താഗതികളിൽ ഫോറിനാണ്. ഞാനൊരു പെന്റക്കോസ്റ്റൽ പാസ്റ്റർ എന്ന് വെച്ചാൽ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ഓസ്ട്രേലിയനിലെ പാസ്റ്റർ. അപ്പം കേരളത്തിലെ പെന്റക്കോസ്റ്റൽ പാസ്റ്റർമാർക്ക് ചില വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അവിടെ വളർന്നുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അതെനിക്കില്ല. എന്നാൽ അന്യഭാഷയുള്ള ഒരു പെന്റക്കോസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം അന്യഭാഷ ഇല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവചനമില്ലാത്ത പ്രവാചകനെ പോലെയാണ്. മനസ്സിലായോ? അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്. ദൈവം അവിടെ കൊണ്ടുപോയിട്ടാണ് എന്നെ പണിതുയർത്തത്. അതിൻ്റെ കാരണം ചിലപ്പോൾ ഞാൻ ഇവിടെയെങ്ങാനും നിന്നായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും നന്നാകത്തില്ലായിരുന്നായിരിക്കും. നിങ്ങളെപ്പോലെ റോബിച്ചായൻ പറയുന്ന കേട്ട് ഇത്രയും നാളും വിശ്വസോടെ ഇവിടെ നിൽക്കുവാൻ ചിലപ്പോൾ എന്നെക്കൊണ്ട് പറ്റത്തില്ലായിരുന്നായിരിക്കും. ഈ നാടിൻ്റേതായിട്ടുള്ള കുറേ ചിന്താഗതികളുണ്ട്. ആ ചിന്താഗതികൾക്ക് അതീതമായി നടന്നേനെ. എന്നാൽ ദൈവം അതുകൊണ്ടായിരിക്കാം എന്നെ ഇവിടുന്ന് പറിച്ച് അറിയാൻ മേലാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് എന്നെ പണിതുയർത്തി. എന്നിട്ട് ഇനി അവിടുന്ന് ദൈവത്താൽ പണിതുയർത്തിയതിനെ ഇനി തിരിച്ചറിയാനുള്ള സമയമായി നിൽക്കുക. തിരിച്ച് ഈ ജനിച്ച ദേശത്തിലേക്ക് തിരിച്ചു വരാനുള്ള സമയത്തിലേക്ക് ഞങ്ങൾ കിടക്കാൻ പോവുക. അപ്പം അങ്ങനെ വചനം പ്രഘോഷിക്കുമ്പോൾ മാത്രം ദൈവസ്വരം കേട്ടുകൊണ്ടിരുന്ന എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം, എനിക്ക് ദൈവത്തിൽ നിന്ന് കേൾക്കണം. അതാണ് എല്ലാവരും പറയുന്നു, ദൈവം എന്നോട് സംസാരിച്ചു, ദൈവം ഇങ്ങനെ സംസാരിച്ചു, അങ്ങനെ സംസാരിച്ചു. ആദ്യത്തെ ഒരു 2-3 വർഷത്തേക്ക് ഞാൻ വചനം വായിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാകത്തില്ല. എനിക്കറിയത്തില്ല നിങ്ങൾ ഭയങ്കര ആത്മീയമായ മനുഷ്യരായിരുന്നായിരിക്കാം, പക്ഷേ ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ തന്നെ എനിക്ക് ഉറക്കം വരും. അല്ലെങ്കിൽ ഈ വായിക്കുന്ന ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ആ സമയത്ത് ആൾക്കാർ പറഞ്ഞു, വചനം വായിക്കുമ്പോൾ വചനത്തിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കും. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദൈവം എന്നോട് സംസാരിക്കും. അപ്പം ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഞാൻ വചനം വായിക്കാൻ തുടങ്ങുക. ഇനി മുതൽ ഞാൻ വചനം വായിക്കുകയാണ്. അപ്പം ചുമ്മാ ഫോർച്യൂൺ കുക്കി ഇങ്ങനെ തുറന്നു നോക്കിയിട്ട് ഇതാ ആമോസിൻ്റെ പുസ്തകം 1-ാം വാക്യം അങ്ങനെയുള്ള വായനയല്ല. ഞാൻ തീരുമാനിച്ചു, ഉൽപ്പത്തിയിൽ 1-ാം അധ്യായം, മത്തായിയുടെ 1-ാം അധ്യായം, സദൃശവാക്യം 1-ാം അധ്യായം, സങ്കീർത്തനം 1-ാം അധ്യായം. പിറ്റേ ദിവസം സങ്കീർത്തനം 2, സദൃശവാക്യം 2, ഉൽപ്പത്തി 2, മത്തായി 2 അങ്ങനെ വായിച്ച് തുടങ്ങുക ഒരു ദിവസം രാവിലെ ആയിട്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും ആദ്യം കുറച്ചാൾ വായിച്ചപ്പോഴത്തേനും അങ്ങ് മനസ്സിലായി തുടങ്ങിയത്.
ഇത് വായിച്ചിട്ടൊന്നും മനസ്സിലായില്ല. കുറേ കാലഘട്ടം, അതായത് എനിക്ക് തോന്നുന്നു ഒരു 3-3.5 വർഷത്തോളം ഒന്നും മനസ്സിലാകാതെ വചനം വായിച്ചു. പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് തോന്നുന്ന ചിലപ്പം ദൈവത്തിന് എൻ്റെ ഉള്ളിൽ കിടന്നിരുന്ന അതിയായ ആഗ്രഹം, മലയാളത്തിൽ പറയത്തില്ലേ ത്വര, ആ ത്വര കണ്ടായിരിക്കും എപ്പോഴോ ഒരു സമയത്ത് ദൈവം എൻ്റെ കണ്ണുകൾ ഈ വചനത്തിൽ നിന്നും കേൾക്കുവാൻ വേണ്ടി തുറന്നു. അങ്ങനെ തുറന്നപ്പോഴാണ് മനസ്സിലായത് ദൈവം സ്വപ്നത്തിലൂടെ ഇടപെടും, ദൈവം നേരിട്ട് ഇടപെടും, ദൈവം സൃഷ്ടികളിലൂടെ ഇടപെടും, ദൈവം എല്ലാ രീതിയിലും ഇടപെടും. ആ സമയത്താണ് കോവിഡിൻ്റെ കാലഘട്ടം. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട് ദൈവം ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഏതെല്ലാം രീതിയിൽ സംസാരിച്ചിട്ടുണ്ടോ അതെല്ലാം എനിക്കും വേണം, അല്ലേ? നമുക്ക് അച്ചച്ചി ഇന്ന് ശൈലജ ചേച്ചിയോട് പറയുമായിരുന്നു, നമുക്ക് മറ്റൊരു മധ്യസ്ഥനില്ല, വേറൊരാളുടെ അടുത്ത് പോയി മധ്യസ്ഥ പറയേണ്ട ആവശ്യമില്ല, നമുക്ക് യേശുവാണ്. അത് മാത്രമല്ല നമ്മുടെ ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. റോബിച്ചാനോട് മാത്രമല്ല, ജോർജ് മാത്രമല്ല സംസാരിക്കുന്നത്, സാധാരണമായിട്ടുള്ള എല്ലാ വ്യക്തികളോടും സംസാരിക്കുന്ന ഒരു ദൈവമാണ്. പലപ്പോഴും നമുക്ക് കേൾക്കാൻ പറ്റാതെ പോകുന്നതിൻ്റെ കാരണം നമ്മൾ ഇത് പറഞ്ഞ പോലെ നമ്മുടെ ശരീരവും എല്ലാം വേറൊരു ട്യൂണിലാണ് ഓടിക്കൊണ്ടിരുന്നത്. അതിനെ ഒന്ന് റീട്യൂൺ ചെയ്യാന്നുള്ളതാണ്. അപ്പം അങ്ങനെ കോവിഡ് സമയത്താണ് ഈ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനുള്ള ആഗ്രഹത്താൽ നമ്മൾ ഇറങ്ങിത്തിരിക്കണം. എന്നാൽ ആ സമയത്ത് ദൈവം അനുഗ്രഹിച്ച് പല രീതിയിലുള്ള സ്വപ്നത്തിലൂടെയാണെന്നുണ്ടെങ്കിലും അല്ലാതെ ആണെങ്കിലും ദൈവം നമ്മളോട് സംസാരിക്കാൻ തുടങ്ങി. അതിൻ്റെ ഒരു 2-3 സാക്ഷ്യങ്ങൾ പറയാം. പക്ഷേ ദൈവം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ഈ ആഗ്രഹം കൊണ്ട് ഞാൻ ചോദിക്കും, ദൈവമേ എനിക്കിത് വേണം. ഞാൻ കണ്ടിട്ടുണ്ട് അനന്യാസിനോട് ദൈവം പറഞ്ഞു, സൗൾ അവിടെ നിൽപ്പുണ്ട്, ഇന്ന റോഡിലാണ് സൗളിൻ്റെ അവിടെ ഇരിക്കുന്നത്, ഇന്ന വീട്ടിലാണ്, ഇന്നയാളുടെ വീട്ടിലാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പം ആ കാലഘട്ടത്തിൽ സൗൾ എന്ന് പറയുന്നത് ഒസാമ ബിൻ ലാദനെ പോലെയാണ്, അങ്ങനത്തെ ആളുടെ അടുത്തേക്കാണ്. അപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രാവിലെ ജോർജ് ചായനോട് പറയുക, ഇന്ന് രാവിലെ പോയി ഇവിടുത്തെ BJP നേതാവിന് വേണ്ടി പോയി പ്രാർത്ഥിക്കണം, ഞാൻ എന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഉപകരണമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോർജ് ചായ കഴിഞ്ഞോ എനിക്ക് നടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലുള്ള സാഹചര്യത്തിൽ ഒരു സ്വപ്നമാണ് ആ വ്യക്തിയെ കൊണ്ട് അവിടെ എത്തിച്ചത്. അപ്പോൾ അങ്ങനെ കാണിച്ചിട്ട് എനിക്കും അങ്ങനെ വേണം. ഞാനങ്ങനെ ഭയങ്കര ആഗ്രഹത്തോടെ ദൈവത്തോട് ചോദിച്ചിട്ട് ദൈവം പറയുക, നിനക്ക് ഞാൻ തരാം, പക്ഷെ ഞാൻ ആദ്യം നിൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പിന്നെ ചിന്തിച്ചത്, എന്തുകൊണ്ടാണ് ഞാൻ ചോദിച്ചിട്ട് എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്നത്? എനിക്ക് തോന്നുന്നത്, ഇതെനിക്ക് തോന്നുന്ന കേട്ടോ, ഇത് വലിയ വചന രീതിയിൽ എടുക്കണ്ട, എനിക്ക് തോന്നുന്നത് എന്ത് കാര്യവും ദൈവം തരുമ്പം നിങ്ങൾ മറ്റൊരാൾക്ക് നൽകിയത് സെലിബ്രേറ്റ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കും കിട്ടും. ഫോർ എക്സാമ്പിൾ തനേശല്ലേ ആരാധന ദില്ലിയിൽ തനേശല്ലേ ദീപേഷിന് ദൈവം ആരാധന ലീഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വലിയൊരു അഭിഷേകം കൊടുത്തിരിക്കുകയാണ്. ആ കൊടുത്ത സമയത്ത് നിങ്ങൾക്ക് ആ ദീപേഷിൻ്റെ മേലുള്ള ആ ഗിഫ്റ്റ് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ആരാധന ആ മണ്ഡലത്തിലുള്ള വാതിൽ നിങ്ങളായിട്ട് അടയ്ക്കുക. എന്നാൽ ആ സമയത്ത് ദീപേഷിൻ്റെ മേൽ കൊടുത്തിരിക്കുന്ന ആ ഗിഫ്റ്റിനെ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്ന അനുസരിച്ച് നിങ്ങൾക്കും ധാരാളമായി ലഭിക്കും. ഇത് എൻ്റെ കാഴ്ചപ്പാട് മാത്രമാണ്. അതാണ് തോന്നുന്നു ദൈവം അങ്ങനെ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഞങ്ങളുടെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടുകാരി. അപ്പം ഇതൊരു കഴിഞ്ഞ 2 മാസം മുമ്പ് നടന്ന കഥയാണ്. അപ്പം ദൈവം സ്വപ്നത്തിലൂടെ ഇടപെടുന്നതിൻ്റെ ഒരു സാക്ഷ്യം പറയാനാണ്. അപ്പോൾ ഈ കൂട്ടുകാരിക്ക് വേണ്ടി ആദ്യം ഒരു കൊച്ചുണ്ടാകത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേനും അവരോട് പറഞ്ഞു IVF ചെയ്യാൻ. IVF എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ടെസ്റ്റ് പരിപാടി അങ്ങനെയുണ്ട്. അങ്ങനെ നാച്ചുറൽ അല്ലാതെ ഈ IVF ചെയ്ത് അവർക്കൊരു കൊച്ചുണ്ടാകുന്ന ആ പ്രോസസ്സിൽ പോയി. ആ കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതുകൊണ്ടാവാം ആ പുള്ളിക്കാരി ഇതുപോലെ തന്നെ ദീപേഷിനെ പോലെ ഒരു വർഷിപ്പ് ലീഡർ. പുള്ളിക്കാരി വർഷിപ്പ് ലീഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ ഞങ്ങളുടെ ചർച്ചിന് പുറകെ നിൽക്കുക. അപ്പോൾ എന്നോട് ദൈവം ക്ലിയറായിട്ട് സംസാരിച്ചു, അവർ പ്രഗ്നൻ്റാണ്. പക്ഷെ ഞാൻ പഠിച്ചു വരുന്ന ഒരു കാലഘട്ടം, അതുകൊണ്ട് എനിക്ക് ധൈര്യമില്ല, പോയി പറയാനൊരു ധൈര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഗ്രേസമ്മയോട് പറഞ്ഞു അവർ പ്രഗ്നൻ്റാണ്. എന്നുവെച്ചാൽ കാണത്തക്ക രീതിയിൽ വേറൊന്നുമില്ല. ഞാൻ പറയാം അവർ ദൈവം അവർക്ക് കുഞ്ഞിനെ കൊടുത്തു. അവർ ശരിക്കും പ്രഗ്നൻ്റ് ആയിരുന്നു, പക്ഷേ IVF-ലൂടെ ആയിരുന്നുള്ളൂ പ്രഗ്നൻ്റായ കൊച്ചിനെ കൊടുത്തു. കുറേ കാലഘട്ടം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു എനിക്ക് ഒരു കൊച്ചിനെ കൂടെ വേണമെന്ന് പറഞ്ഞു. പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഗ്രേസമ്മ ഗ്രേസ് ഒരു സ്വപ്നം കാണുകയാണ്. അതായത് ഒരു പാസ്റ്റർ വരുന്നു, ആ പാസ്റ്റർ വന്ന് ഈ പുള്ളിക്കാരിക്ക് വേണ്ടി തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് പറയുകയാണ് നിങ്ങളുടെ ആഗ്രഹം പോലെ ദൈവം നിങ്ങളുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വപ്നങ്ങൾക്കൊരു ഭാഷയുണ്ട്. ആ ഭാഷ എനിക്ക് എപ്പോഴേ മനസ്സിലായി. ദൈവം ഗ്രേസമ്മയോട് ഇടപെട്ടു, ആ പുള്ളിക്കാരി പ്രഗ്നൻ്റാണ്. ഇതൊരു ശനിയാഴ്ച രാത്രി കാണുന്ന സ്വപ്നമാണ്.
സൺഡേ രാവിലെ ഞങ്ങൾ അവരെ പോയി കാണുമ്പം, ആരാധനയ്ക്ക് കാണുമ്പോഴത്തേനും അവർ ഞങ്ങളോട് പറയുന്നത് ആ സൺഡേ നൈറ്റിൽ സാറ്റർഡേ നൈറ്റിൽ അവർ പ്രഗ്നൻ്റ്. ഇവരെയൊക്കെ ഈ നിങ്ങളുടെ റാണിയാൻറ്റിക്ക് അറിയാം. കാരണം ഞങ്ങൾ ദിവസം പ്രാർത്ഥിക്കുന്ന ആൾക്കാർ, ഇതൊക്കെ ചുമ്മാ ഒരു കഥയല്ല, ഓരോ വ്യക്തികളാണ്, ഓരോ വ്യക്തികളുടെ മേൽ ദൈവം പ്രവർത്തിക്കുന്നതാണ്. എന്നിട്ട് ഞങ്ങൾ പോയി പറയുമ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് നിങ്ങളോട് സംസാരിക്കണം, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ദൈവം എന്തെങ്കിലും ഞങ്ങൾക്ക് നൽകിയാൽ അതിൻ്റെ മേൽ ഞങ്ങൾ ചുമ്മാ ഒരു കാര്യം ഒന്നും പറയത്തില്ല, അത് പറയുന്നതിന് എന്തെങ്കിലും കാരണമില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു, പക്ഷേ ഒന്നും വർക്കൗട്ടായില്ല. അവർ വെച്ച് ഞങ്ങളോട് വന്ന് പ്രാർത്ഥിക്കാൻ വരികയൊന്നും ചെയ്തില്ല. ആ കാരണം കൊണ്ടാണെന്ന് ഞങ്ങൾ പറയത്തില്ല. എന്നാലും അത് കൊച്ചു മിസ്കാരേജ് ആയിപ്പോയി. പക്ഷെ മിസ്കാരേജ് ആയി പോയതിന് ശേഷം അവർ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വരുമോ പ്രാർത്ഥിക്കാനാണ്. അവർ ഞങ്ങളുടെ വീട്ടിൽ വന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു, ദൈവം നിങ്ങൾക്ക് നാച്ചുറലി IVF അങ്ങനത്തെ ഒന്നും ചെയ്യാതെ നാച്ചുറലായിട്ടുള്ള കൺസെപ്ഷനിലൂടെ ദൈവം നിങ്ങൾക്കൊരു കുഞ്ഞിനെ നൽകുമെന്ന് പറഞ്ഞു. ദൈവം ചില സമയത്ത് പ്രവർത്തിക്കുന്ന രീതികൾ, ഭാഷകൾ വ്യത്യസ്തമാണ്. അന്ന് ഇവരോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, ഇതിനൊരു സൈൻ ഉണ്ടാകുന്നത് ഞങ്ങൾ ആ സമയത്ത് മഴയുടെ സമയമല്ല, മഴയില്ലാത്ത ഈ സമയത്ത് ഭയങ്കരമായിട്ട് മഴയുണ്ടാവും, ഭയങ്കര കാർമേഘങ്ങളുണ്ടാവും, മഴയുണ്ടാവും. ആ മഴയുടെ സമയത്ത് ദൈവം നിങ്ങൾക്ക് കുഞ്ഞിനെ നൽകും. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും പ്രത്യേകിച്ച് എക്സ്പ്ലനേഷനൊന്നുമില്ല. ഞങ്ങൾ വരുന്നതിന് ഒരു 4-5 ആഴ്ച മുമ്പ് ദൈവം അതുപോലെ തന്നെ ഒരു ഭയങ്കര മഴയും ഇതൊക്കെയായിരുന്നു. ദൈവം അവർക്കൊരു കുഞ്ഞിനെ കൊടുത്തു. അത് ഇപ്പോൾ അവർ 16ാമത്തെ ആഴ്ചയായി. അവർ നല്ല, അതായത് ആ കൊച്ചു നല്ല രീതിയിൽ പോകുന്നു, അമ്മയും നല്ല രീതിയിൽ പോകുന്നു. ഇത് ഞാൻ പറയാനുള്ള കാരണം, ഞങ്ങളോട് ദൈവം ഒരു കാര്യം ഇടപെട്ടപ്പോൾ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം തന്നപ്പോൾ, ഞങ്ങളുടെ വിശ്വാസം, ഇവിടെ കിടന്നിരുന്ന വിശ്വാസം ഇവിടെ എത്തി. ഞങ്ങളുടെ മാത്രമല്ല, ഇത് അനുഭവിച്ച ആ വ്യക്തിയുടെ വിശ്വാസവും അതുപോലെ തന്നെ ഇവിടെ എത്തി. അതുകൊണ്ട് ഇപ്പം മാടപ്പള്ളി പോകുന്ന ജനങ്ങൾ ദൈവത്തിൽ നിന്ന് ഒരു കാര്യം, ഏതെങ്കിലും ഒരു കാര്യം പ്രാപിച്ചിട്ട് ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ ഏറ്റവും ബെസ്റ്റ് വചനമെടുത്ത് ഡിക്ലെയർ ചെയ്യുന്നതാണ്. ഒരു വചനമെടുത്ത് ഡിക്ലെയർ ചെയ്യുമ്പോൾ അവിടെ ഒരു വിടുതലുണ്ടായാൽ, ഇപ്പോൾ ദൈവം തുറന്നു വെച്ചിരിക്കുന്ന വാതിലാണ്. നിങ്ങൾ ആ വാതിലേക്ക് ഇറങ്ങുമ്പോൾ അൺയൂഷ്വലായിട്ടുള്ള ഫേവർ ഉണ്ടാകും. അപ്പം നിങ്ങളുടെ വിശ്വാസം മാത്രമല്ല, ആ ജനത്തിൻ്റെ വിശ്വാസം മാറും. ദൈവം ആ ഏരിയയിൽ ഇപ്പം അച്ഛച്ച 803ാമത്തെ ആളെയാണ് സ്നാനപ്പെടുത്തിയേക്കുന്നത്. അത് പെട്ടെന്ന് 900 പെട്ടെന്ന് 1000 കാരണം ദൈവം ഇങ്ങനെ കൂട്ടിച്ചേർക്കും. അപ്പം ഇത് പറഞ്ഞാൽ ഞാൻ വചനത്തിലേക്ക് കിടക്കുക. എന്നെ ദൈവം മാറ്റിയ 2 വചനം പറയും. ഞാൻ വേറൊരു കാര്യം പറയാനാണ് വന്നിരുന്നത്. അച്ഛൻ പറഞ്ഞേക്കുന്നത് കറക്റ്റ് സമയത്ത് നിർത്തണം എന്നാണ്. അതുകൊണ്ട് കറക്റ്റ് സമയത്ത് തന്നെ നിർത്താൻ ഉള്ള എല്ലാവിധം നോക്കുന്നതാണ്. ഞാൻ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു പെന്തക്കോസ്റ്റൽ ചർച്ചിന് ഇതിന് പോയി, ഫാസ്റ്റിംഗ് പ്രേയറിന് പോയി. നിങ്ങൾക്കറിയാം, പ്രിയ കളർ ലാബിൻ്റെ കോട്ടയത്ത് നാട്ടകത്തിലുള്ള അവരുടെ തന്നെ ഒരു ബ്രാഞ്ച് ചർച്ചിലാണ്. അപ്പോൾ എനിക്ക് തന്നത് ലേറ്റായിട്ടാണ്. ഞാൻ പ്രസംഗിച്ചിട്ട് ഗ്രേസ് അവിടെ ഇരുന്നുണ്ട്. ഫോൺ വിളിയോട് വിളിയാണ്. കാരണം ഞാൻ സമയം തീർന്നു പോകുന്നു പറഞ്ഞു. ഇന്ന് എന്നെ ഗ്രേസില്ല. കൊച്ചിന് ഇച്ചിരി പനിയായിട്ട് ഗ്രേസ് വന്നിട്ടില്ല. അതുകൊണ്ട് ആരും എന്നെ ഫോൺ വിളിച്ച് നിർത്തിക്കത്തില്ലെന്ന് അറിയാം. അച്ഛൻ ചിലപ്പോൾ കൈ പൊക്കിയാൽ ഞാൻ നിർത്തുന്നതായിരിക്കും. നമുക്ക് ലൂക്കയുടെ സുവിശേഷം 1-ാം അധ്യായം 18ാമത്തെ വാക്യം അതൊന്ന് വായിക്കാം ആദ്യം. സക്കറിയാവ് ദൂതനോട്, ഇത് ഞാൻ എന്തോന്നിനാൽ അറിയും? ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവളുമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ഇതല്ലായിരുന്നു പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. ഒരു ദൂതൻ, വെറുമൊരു ദൂതനല്ല, ഗബ്രിയേൽ, ദൈവത്തിൻ്റെ സ്ഥാനത്തിലുള്ള ഗബ്രിയേൽ വന്ന് സക്കറിയാവിനോട് ഒരു ദൂത് പറഞ്ഞപ്പം സക്കറിയാവ് ഉത്തരം പറഞ്ഞ ഒരു ഉത്തരവാണ്. ദൂതനോട്, ഇത് ഞാൻ എന്തോന്നിനാൽ അറിയും? ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവളുമല്ലോ എന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെ വേറൊരാളും ഇതുപോലെ ഇതിനകത്ത് ഇംഗ്ലീഷിൽ വായിക്കുമ്പം, ഞാനത് ഇംഗ്ലീഷ് വായിച്ച് കഴിയുമ്പോഴത്തേനും അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാക്കാം. ദൈവത്താൽ ഇടപെടുമ്പോൾ ചോദിക്കേണ്ട ചോദ്യം ചോദിക്കുന്നതിനകത്ത് ദൈവത്തിന് ഒരു കുഴപ്പമില്ല. അത് ഞാൻ പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ്.
ഞാൻ ഈ വചനം എടുത്ത്. ചിലപ്പോൾ അതായിരിക്കും നിങ്ങളോടുള്ളത്. ദൈവത്തിൻ്റെ ചോദ്യത്തിനെക്കുറിച്ച് ഒരു പേടിയില്ല. ദൈവം എന്നേലും ഇടപെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോദ്യം ചോദിക്കുന്നതിനകത്ത് ഒരു കുഴപ്പമില്ല. പക്ഷേ എന്ത് ചോദിക്കും എന്നുള്ളത് അതിനകത്തൊരു കാര്യമുണ്ട്. ഇവിടെ സക്രിയ ഒരു ചോദ്യം ചോദിച്ചു. അപ്പുറത്ത് അതുപോലെ തന്നെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ 1:34 മറിയയും ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം കൂടെ ഒന്ന് വായിക്കും. 1:34 ഒന്ന് വായിക്കാം. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. ഈ രണ്ട് ചോദ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്നാണെന്നറിയാം? ഈ ഇംഗ്ലീഷിലത് വായിക്കുമ്പം ഇങ്ങനെയാണ്: ഹൗ വിൽ ഐ നോ ദിസ് ഫോർ സർട്ടൻ? ഇത് വാസ്തവമാണോ എന്ന് ഞാനിങ്ങനെ അറിയുന്നു. അതാണ് ചോദ്യം. മറ്റേ ചോദ്യം ഇതെങ്ങനെ നടക്കും എന്നുള്ളതാണ് മറിയത്തിൻ്റെ ചോദ്യം. ചോദ്യത്തിനകത്ത് ദൈവത്തിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഒരാൾ ചോദിച്ചത് ഇത് വാസ്തവമാണോ എന്നുള്ളതാണ്. ദൈവത്തിൽ നിന്നുള്ള എന്ത് ഇടപെടൽ വന്നാലും, അതിപ്പം വചനത്തിലൂടെയാണെന്നുണ്ടെങ്കിലും സ്വപ്നത്തിലൂടെയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരാൾ നിങ്ങളോട് ദൂത് പറയുന്ന രീതിയിലാണെങ്കിലും, നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം ഇത് വാസ്തവമാണോ എന്നുള്ളതല്ല. നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം ഇതെങ്ങനെ സംഭവിക്കും. ഈ ഒരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിച്ച സാധനമല്ലായിരുന്നു. ഇത് ആരുടെയോ ഒരു ആവശ്യം കൊണ്ട് ദൈവം എനിക്കിന്ന് രാവിലെ തന്ന ഒരു കാര്യം. അപ്പം ഇത് അത്രേ ഞാൻ പറയുന്നത്. ആ കാരണത്തിലാണ് നിങ്ങൾ ചോദ്യങ്ങൾ ദൈവത്തിനോട് ചോദിക്കണം. ദൈവം നിങ്ങളോട് ഇടപെടുക തന്നെ ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ പേഴ്സണലായിട്ട് ഒരു അഹങ്കാരം ഉണ്ടെങ്കിൽ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാ രീതിയിലുമുള്ള പകർച്ച നടക്കുന്നത് ഓരോരുത്തരുടെ മേൽ ദൈവം വച്ചിരിക്കുന്ന കാര്യങ്ങൾ അവർ പ്രഘോഷിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും റെസ്പോൺസ് എങ്ങനെയാണോ അതനുസരിച്ച് ദൈവം അതിനകത്തൊരു പകർച്ച ഉണ്ടാവും. ഇത് പറയാൻ കാരണം ചില പ്രൊഫറ്റിക് ആയിട്ടുള്ള ഗിഫ്റ്റിങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചത് ഒരാൾ വന്ന് തല വെച്ചുകൊണ്ടല്ല, തലയിൽ കൈവച്ചുകൊണ്ടല്ല. ചില അഭിഷേകം ഉള്ള ജനങ്ങൾ ഞങ്ങളോട് സംസാരിക്കുകയും അവരുടെ ഓരോ മീറ്റിങ്ങുകളിലോ അല്ലെങ്കിൽ അവരുടെ ക്ലാസ്സുകളിലോ വന്നിരുന്ന് പങ്കെടുത്ത് കുറേ കാലഘട്ടങ്ങൾ അവർ പറയുന്നതിനെ നല്ല രീതിയിൽ സ്വീകരിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായി ദൈവം തന്നതാണ്. അതുകൊണ്ടാണ് ഞാനീ പറയുന്നതിൻ്റെ കാരണം, ദൈവം നിങ്ങൾക്ക് ഇതിനു മുമ്പ് ദൈവത്തിൽ നിന്ന് കേൾക്കുന്നതിനകത്തൊരു വർധനമുണ്ടാകും. അത് വചനത്തിലൂടെ, വചനം വായിക്കുമ്പോൾ നിങ്ങൾ കാണിക്കുന്നതിനേക്കാൾ ഇതുവരെ കാണുന്നതിനേക്കാൾ ക്ലാരിറ്റി ഉണ്ടാകും. പണ്ടൊക്കെ എനിക്ക് എന്നെപ്പോലത്തെ വ്യക്തികളായിരുന്നായിരിക്കും ഉറക്കം വരികയും മനസ്സിലാകുകയും ചെയ്യാത്ത ആൾക്കാർ ഇനി വചനം വായിക്കുമ്പോഴത്തേനും ഒരു ട്യൂബ് ലൈറ്റ് ഫിറ്റ് ചെയ്ത് എല്ലാം ക്ലിയർ ആയിട്ട് പൊങ്ങി വചനം ഇങ്ങനെ ചാടി വരുന്നത് പോലെയൊക്കെ തോന്നും. അതാണ് അതിൻ്റെ ഈ പകർച്ചയുടെ ഒരു ഭാഗമാണ്. മാടപ്പള്ളിയിലേക്ക് പോകുന്ന ആൾക്കാർക്ക് വേണ്ടി ഒരു കാര്യം കൂടെ പറയാം. അത് മർക്കോസിൻ്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 43-ാമത്തെ വാക്യം. ദൈവരാജ്യത്തെ കാത്തിരുന്നവനായ അരിമത്തിയിലെ യോസഫ് വന്ന് ധൈര്യത്തോടെ പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിന്റെ ശരീരം ചോദിച്ചു. അവൻ മരിച്ചു കഴിഞ്ഞോ എന്ന് പീലാത്തോസ് ആശ്ചര്യപ്പെട്ട് ശതാധിപനെ വിളിച്ച് അവൻ മരിച്ചിട്ട് ഒട്ടുനേരമായോ എന്ന് ശതാധിപനോട് വസ്തുത ചോദിച്ചറിഞ്ഞിട്ട് ഉടൻ യോസഫിനും നൽകി. 43 ഒന്നുവരെ വായിക്കാം. ദൈവരാജ്യത്തെ കാത്തിരുന്നവനായ അരിമത്തിയിലെ യോസഫ് വന്ന് ധൈര്യത്തോടെ പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിന്റെ ശരീരം ചോദിച്ചു. യേശു ജോർജ് ചായൻ പറഞ്ഞ പോലെ ഇവിടെ ജനിച്ചത്, ജീവിച്ചത്, മരിച്ചത്, ഉയർത്തെഴുന്നേറ്റത് അനേകം പ്രവചനങ്ങളുടെ ഫുൾഫിൽമെൻ്റാണ്. അതുപോലത്തെ ഒരു പ്രവചനത്തിൻ്റെ ഫുൾഫിൽമെൻ്റ് ആയിരുന്നു അവൻ പുതിയൊരു കല്ലറയിൽ പോയി അവിടെ അടക്കം ചെയ്യുന്നു. അപ്പം ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ ഫുൾഫിൽമെൻറ്റിന് വേണ്ടി ദൈവം ഉപയോഗിച്ച ഒരു വ്യക്തിയെക്കുറിച്ചായി പറഞ്ഞത്. ആ പുള്ളിക്കാരൻ ദൈവരാജ്യം കാത്തിരുന്ന ഒരാളായിരുന്നു. ഈ ഇംഗ്ലീഷിൽ വായിക്കുമ്പം ജോസഫ് ഓഫ് അരിമത്തിയ came and prominent member of the council who himself was waiting for the kingdom of God and he gathered up courage and went in before the Pilate. അതായത് ധൈര്യപ്പെട്ടു എന്നാണ് അത് പറഞ്ഞത്. അതായത് അതുവരെ ഒളിച്ചും പാത്തും അത്രയും ഒന്നും ധൈര്യമൊന്നും ഇല്ലാതിരുന്ന ഒരാൾ ആ ധൈര്യപ്പെട്ടുകൊണ്ട് ആ സമയത്ത്, അതായത് വലിയൊരാളാണ്, ആ വലിയ ആൾ പോയി അവിടുത്തെ പൈലറ്റിനോട് പോയി ചോദിക്കുക, എനിക്ക് ഈ ശരീരം വേണം ഇത് കുഴിച്ചിടാൻ വേണ്ടി, അന്നത്തെ യഹൂദന്മാരുടെ രീതിക്കനുസരിച്ച്. ഇതും നിങ്ങളുടെ മാടപ്പള്ളിയായിട്ട് എന്ത് ബന്ധം ചോദിക്കട്ടെ. ഈ ധൈര്യത്തെ നിങ്ങൾ പോകുമ്പോൾ
ഒന്ന്, ഈ സഭയുടെ മേൽ വെച്ചിരിക്കുന്ന പ്രവചനം. രണ്ട്, തുറന്നു വെച്ചിരിക്കുന്ന വാതിൽ. നിങ്ങൾ പോകുമ്പോൾ ഇത്രയും കാലഘട്ടം നിങ്ങൾ ഇത്രയും ധൈര്യമില്ലാത്ത ആളായിരിക്കും. ഉള്ള ധൈര്യങ്ങളെല്ലാം ഇതിനകത്ത് പറഞ്ഞേക്കുന്നുണ്ടല്ലോ, ഹി ഗ്യാതേർഡ് അപ്പ് കറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ധൈര്യമെല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ടോ ഇല്ലാത്ത ധൈര്യമായിരുന്നു, എല്ലാം ഉള്ളതെല്ലാം കൂടെ കയറ്റി പിടിച്ചുകൊണ്ട് അങ്ങ് പോവുക. അത് ഒരു പ്രവചന പൂർത്തീകരണത്തിന് കാരണമായി. അതുപോലെ തന്നെ നിങ്ങൾ മാതൃപ്പള്ളിയിലേക്ക് പോകുമ്പോൾ ഉള്ള പ്രവചനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾ പോകുമ്പോൾ അനേകർ യേശുവിലേക്ക് കർത്താവിൻ്റെ പ്രവൃത്തിയാൽ മാത്രമുള്ള നീതീകരണം മനസ്സിലാക്കത്ത രീതിയിൽ കർത്താവ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം ചെയ്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോബിച്ചാൻ വരണ്ട, ജോർജടിച്ചാൻ വരണ്ട, നിങ്ങളുടെ കരങ്ങൾ കൊണ്ട് ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. അതിലൂടെ ജനം അറിയും യേശു ജീവിക്കുന്നു, യേശു എന്നും പ്രവർത്തിക്കുന്നു എന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെ നിങ്ങൾ മുമ്പോട്ട് പോവുകയും അതുപോലെ തന്നെ ആ പ്രവചനത്തിന് പൂർത്തീകരിക്കാൻ ദൈവം നിങ്ങളുടെ ധൈര്യത്തിനെ വർദ്ധിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായമാണ്. നമ്മൾ കുറച്ച് വചനം കുറേ അങ്ങ് വായിക്കാം. അതിനകത്ത് ഒരു 3-4 കാര്യം എനിക്ക് തോന്നിയത് ഞാനത് ഹൈലൈറ്റ് ഇത് പറയാം. അതിനുശേഷം ഞാൻ പ്രാർത്ഥിച്ച് നമുക്ക് നിർത്താം. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം നമുക്ക് 1 മുതൽ അങ്ങ് വായിക്കാം. നമ്മൾ വചനം കേൾക്കാനല്ലേ പറഞ്ഞത്, കേൾക്കാനല്ലേ വന്നത്. അതിനനുസരിച്ച് വചനമായിരിക്കും ഏറ്റവും വലിയ പ്രവചനം. അതുകൊണ്ട് ആ വചനം ഇനി ഞാൻ പറയുന്നിടം വരെ വായിക്കുക. അതിൻ്റെ അവിടെ നിർത്തിയിട്ട് പിന്നെയും കണ്ടിന്യൂ ചെയ്തു. അവൻ പിന്നെയും കടൽക്കര വെച്ച് ഉപദേശിപ്പാൻ തുടങ്ങി. അപ്പോൾ ഏറ്റവും വലിയ പുരുഷാരം അവൻ്റെ അടുക്കൽ വന്നു കൂടുന്നത് അവൻ പടകിൽ കയറി കടലിലിരുന്നു. പുരുഷാരമൊക്കെ കടലരികെ കരയിലായിരുന്നു. അവൻ ഉപമകളാൽ അവരെ പലതും ഉപദേശിച്ചു. ഉപദേശത്തിൽ അവരോട് പറഞ്ഞത് കേൾപ്പിൻ. വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു. പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു. മറ്റു ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്തടുത്ത് വീണു. മണ്ണിന് താഴ്മയില്ലായകയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചാറെ ചൂട് തട്ടി വേരില്ലായക കൊണ്ട് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു. മുള്ളു മുളച്ചു വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. അത് വിളഞ്ഞതുമില്ല. മറ്റു ചിലത് നല്ല മണ്ണിൽ വീണിട്ട് മുളച്ച് വളർന്ന് ഫലം കൊടുത്തു. 30, 60, 100 മേനി വിളഞ്ഞു. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് അവൻ പറഞ്ഞു. അനന്തരം അവൻ തനിച്ചിരിക്കുമ്പോൾ അവനോട് കൂടെയുള്ളവർ പന്തിരുവരായി ആ ഉപമകളെക്കുറിച്ച് ചോദിച്ചു. അവൻ അവരോട് പറഞ്ഞത്, ദൈവരാജ്യത്തിൻ്റെ മർമ്മം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പുറത്തുള്ളവർക്കോ സകലവും ഉപമകളാൽ ലഭിക്കുന്നു. അവർ മനം തിരിയാതെയും അവരോട് ക്ഷമിക്കാതെയും ഇരിക്കത്തക്കവണ്ണം അവർ കണ്ടിട്ടും അറിയാതിരിപ്പാനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിപ്പാനും സംഗതി വരും. ഒരു സെക്കൻഡ് നിർത്തിക്കുക. നമ്മൾ കണ്ടിന്യൂ ചെയ്യും. തൽക്കാലത്തേന് അവിടെ നിൽക്കുക. യേശു ഉപമകളിലൂടെ ശിഷ്യന്മാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഉപമ പറഞ്ഞതിന് ശേഷം യേശു പറയുകയാണ്, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈ വന്നിരിക്കുന്നവരെല്ലാം കേൾക്കാൻ ആവശ്യമുള്ളവർ തന്നെയാണ്, അല്ലെങ്കിൽ അവർക്ക് വേറെ പണിയുള്ളതല്ലേ. എന്നിട്ട് അവർ വന്നിരിക്കുക. അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെ യേശുവിന് പറയേണ്ട ആവശ്യകതയല്ല. എന്നിട്ട് ഈ ശിഷ്യന്മാർ വന്ന് ചോദിക്കുക, ഇതെല്ലാം എനിക്ക് പൊരുൾ മാറ്റി തരണമേന്ന്. അതിനുള്ള ഉത്തരം എന്നാണെന്നറിയുക. അതിനുള്ള ഉത്തരം 11-ാമത്തെ വാക്യമാണ് പറയുന്നത്. ഒന്നുകൂടെ വായിക്കുക. 11-ാമത്തെ വാക്യം. അവൻ അവരോട് പറഞ്ഞത്, ദൈവരാജ്യത്തിൻ്റെ മർമ്മം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പുറത്തുള്ളവർക്കോ സകലവും ഉപമകളാൽ ലഭിക്കുന്നു. അതായത് നിങ്ങൾക്ക് ഓൾറെഡി ലഭിച്ചിരിക്കുന്ന ഒരു താക്കോലിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഉപമകൾ എന്താണ് എന്ന് മനസ്സിലാക്കേണ്ട ഒരു താക്കോൽ. ഉപമകൾ അത് മനസ്സിലായില്ലെങ്കിൽ ചുമ്മാ ഒരു കഥ പോലെ ആയിത്തീരും. അതുമാത്രമല്ല, ആൾക്കാർ പറഞ്ഞ പോലെ തന്നെ അവർ കണ്ണുണ്ടെങ്കിലും കാണത്തുമില്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കത്തുമില്ല എന്നുള്ള രീതിയില്ല. എന്നാൽ നിങ്ങൾക്ക് യേശുവിനെ അറിയുന്ന നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ഒരു താക്കോൽ, ഇത് മനസ്സിലാക്കുവാനുള്ള ഒരു മർമ്മം, അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അതുണ്ടെന്ന് പറഞ്ഞിട്ട് പോലും അവർക്ക് വീണ്ടും എക്സ്പ്ലനേഷൻ്റെ ആവശ്യം വന്നു. വീണ്ടും പറഞ്ഞു കൊടുക്കേണ്ടി വന്നു ഇത് എന്തുവാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കയ്യിൽ ആ താക്കോൽ ഉണ്ട് എന്നുള്ള അറിവ് മതി ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിനുള്ളിൽ അതേപോലെ തന്നെ, അതായത് ജീവനുള്ളതായി തീരുവാൻ വേണ്ടി. അത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഞാൻ വായിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലാകത്തില്ലായിരുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ ചുമ്മാ ഒരു യന്ത്രം പോലെ ഓടിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്നത് കിങ്ഡം ഓഫ് ഗോഡിൻ്റെ താക്കോൽ, അതായത്
സ്വർഗത്തിൻ്റെ മർമ്മം മനസ്സിലാക്കി തരുന്ന ആ താക്കോൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ എന്തു വചനമാണിത്, അതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള താക്കോൽ നിങ്ങളുടെ കയ്യിലുണ്ട്. അത് നിങ്ങൾ ഓരോ ഉപമകളായും ദൈവം ഇടപെടുന്ന അത് ഉപമകൾ മാത്രമല്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ കണ്ട ഒരു സ്വപ്നം, ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് കണ്ടൊരു സ്വപ്നം. എനിക്കറിയാം അത് ദൈവത്തിൽ നിന്നായിരുന്നു. എനിക്ക് പക്ഷേ അത് എന്നാണെന്ന് മനസ്സിലായില്ല. അതിൻ്റെ പൊരുൾ എനിക്ക് മനസ്സിലാകുന്നത്, ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ സൺഡേയിൽ ഒരു ദൈവദാസൻ, ഞാനുമായിട്ട് ബന്ധമുള്ളൊരു ദൈവദാസനാണ്, പക്ഷേ വേറൊരു രാജ്യത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ആ പുള്ളി പ്രസംഗിച്ചതാണ് എൻ്റെ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം. ദൈവം ആ സമയത്ത് ഈ താക്കോൽ ഉപയോഗിക്കേണ്ട സമയം റെഡിയാക്കിയുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി കിട്ടും. ഇത് ഞാൻ പറയുന്നത് ഞാനൊരു സംഭവമായെന്ന് കാണിക്കാൻ വേണ്ടിയല്ല. ഇത് പറയുന്നത് നിങ്ങൾക്ക് ഇതേ താക്കോൽ നൽകിയിട്ടുണ്ട്, അതിനാൽ ഇതെടുത്ത് ഉപയോഗിക്കണം എന്ന് പറയാൻ വേണ്ടിയാണ്. ഇനി ആ എക്സ്പ്ലനേഷനോട് ഒന്ന് വായിക്കാം. അത് കഴിയുമ്പോഴത്തേന് നമുക്ക് അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടെ പറയാനും നമുക്ക് പ്രാർത്ഥിക്കാം. 13-ാമത്തെ വാക്യത്തിൽ വായിച്ചു. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, ഈ ഉപമ ഗ്രഹിക്കുന്നില്ലയോ? പിന്നെ മറ്റേ ഉപമകളൊക്കെയും എങ്ങനെ ഗ്രഹിക്കും? വിതയ്ക്കുന്നവൻ വചനം വിതയ്ക്കുന്നു. വചനം വിതച്ചിട്ട് വഴിയരികെ വീണത് കേട്ട ഉടനെ സാത്താൻ വന്ന ഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെട്ട വചനം എടുത്തു കളയുന്നതാകുന്നു. അങ്ങനെ തന്നെ പാറസ്ഥലത്ത് വിതച്ചത് വചനം കേട്ട ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവരെങ്കിലും അവർ ഉള്ളിൽ വേരില്ലാതെ ക്ഷണികന്മാർ ആകുന്നു. വചനം നിമിത്തം ഉപദ്രവമോ പീഡയോ ഉണ്ടായാൽ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേട്ടിട്ട് ഇഹലോകത്തിൻ്റെ ചിന്തകളും ധനത്തിൻ്റെ വഞ്ചനയും മറ്റു വിഷയമോഹങ്ങളും അകത്തു കടന്ന് വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കി തീർക്കുന്നതാകുന്നു. നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവർ തന്നെ. അവർ 30ഉം 60ഉം 100ഉം മേനി വിളയുന്നു. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലോ കട്ടിലിൽ കീഴിലോ വെക്കുമാറുണ്ടോ? വിളക്ക് തണ്ടിന്മേലല്ലയോ വെക്കുന്നത്? വെളിപ്പെടുവാനുള്ളതല്ലാതെ മൂഢമായതൊന്നുമില്ല, വെളിച്ചത്ത് വരുവാനുള്ളതല്ലാതെ മറവായതൊന്നുമില്ല. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അവിടെ നിൽക്കട്ടെ. എസ്പെഷ്യലി നിങ്ങൾ ഈ മാടപ്പള്ളിയിൽ സുവിശേഷം പറയാൻ വേണ്ടി പോവുക അല്ലേ? അപ്പം അതിന് ആപ്റ്റായിട്ടുള്ളൊരു വചനമാണ്. അതായത് വചനം പറയാൻ തന്നെയാണ് പോകുന്നത്. എന്നിട്ട് അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ പറയുമ്പം വിതയ്ക്കുന്നത് വചനമാകുന്നു എന്ന് പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ദൈവം ചെയ്യുന്ന പ്രവൃത്തിയാണ്. ആ വിതക്കാരൻ എന്നുള്ളത് ഈ ഉപമയിൽ നോക്കുമ്പോൾ ദൈവമാണ്, വചനമാണ് വിതയ്ക്കുന്നത്. ദൈവം ചെയ്ത പ്രവൃത്തിയെ സാത്താൻ എടുത്തുകൊണ്ട് പോകുന്നു. ദൈവത്തിൻ്റെ വചനത്തിനെ നിങ്ങൾക്ക് തന്നെ എടുത്തുകൊണ്ട് പോകുന്നു. പിന്നെ പറയാണ്, വേരില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് വാങ്ങിച്ചെടുക്കുകയും ചെയ്യും, പെട്ടെന്നത് പോവുകയും ചെയ്യും. അത് ഞാൻ ഇംഗ്ലീഷിനെ എൻ്റെ മലയാളത്തിലേക്ക് ആക്കിയതാണ് കേട്ടോ. ക്ഷണത്തിൽ സ്വീകരിക്കുകയും ചെയ്യും, അതുപോലെ തന്നെ ക്ഷണത്തിൽ അതിന് പോവുകയും ചെയ്യും. മൂന്നാമത്തേത്, ജീവിതത്തിൻ്റെതായിട്ടുള്ള ഓരോ കാര്യങ്ങൾ വരുമ്പോഴത്തേനും ദൈവം ഇട്ടതിനെ ആ കാരണങ്ങൾ കണ്ട അതിൻ്റെ പൂർണ്ണ ഫലത്തിലേക്ക് ഇല്ലാതായി തീരും. ഇതിനകത്ത് പ്രശ്നം ദൈവത്തിൻ്റെയാണോ? വിതക്കാരൻ്റെ പ്രശ്നമല്ല. വചനത്തിൻ്റെയാണോ? വചനത്തിൻ്റെയും പ്രശ്നമല്ല. നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രശ്നമാണ് അല്ലേ? അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ മനസ്സിലാക്കിയിടത്തോളം, നമ്മുടെ ഹൃദയത്തിൽ യേശു വന്നിടത്തോളം കാലം ഒരു സാത്താനും വരുവാൻ പറ്റത്തില്ല, അൺലെസ് നിങ്ങൾ വാതിൽ തുറന്നു കൊടുത്താൽ. നിങ്ങൾ വാതിൽ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ പല ആൾക്കാരും അതിനകത്ത് കയറി വരും, പല സാധനങ്ങളും എടുത്തുകൊണ്ടും പോകും. അപ്പം നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ ഹൃദയത്തിനെ സൂക്ഷിക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നാണല്ലോ ജീവൻ്റെ ഉറവ. അതായത് ഔട്ട് ഓഫ് യുവർ ഹാർട്ട് കംസ് ലിവിങ് വാട്ടർ. നിങ്ങളുടെ ഹൃദയമാണ് അതിനകത്ത്. അപ്പം അതിനെ സൂക്ഷിക്കേണ്ട ചുമതല റോബിച്ചായനല്ല, ഈ വചനം പ്രഘോഷിക്കുന്ന ആൾക്കുമല്ല, നിങ്ങളുടെ തന്നെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ റോബിച്ചായൻ ഇരുന്നുകൊണ്ട് പ്രഭാത പ്രാർത്ഥനയിൽ എല്ലാ ദിവസവും വചനം ലഭിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇവിടെയുള്ള മറ്റ് സഹോദരങ്ങളിൽ നിന്നും എല്ലാ ദിവസവും നിങ്ങൾക്ക് വചനം തരുന്ന, സൺഡേകൾ വചനം, അല്ലെങ്കിൽ ഫ്രൈഡേകൾ ഉപവാസ പ്രാർത്ഥന, അല്ലെങ്കിൽ ഒരു സെൽഫ് ഗ്രൂപ്പ്, അങ്ങനെയൊക്കെ ആയിരിക്കും. എന്നാൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് എല്ലാവിധ പ്രിവിലേജും ഉണ്ട്. നിങ്ങളുടെ ഹൃദയം മാത്രമേ ഉള്ളൂ അതിനകത്തേ ഉള്ളൂ. അപ്പം ഒന്ന്, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിൽ സാത്താൻ എടുത്തുകൊണ്ട് പോകത്തക്കവണ്ണം നിങ്ങൾ പല വാതിലുകളെ ഇന്നത്തെ ദിവസം അടയ്ക്കണം. കാരണം യേശു ഉള്ളിടത്തോളം കാലം മറ്റൊരു
മറ്റൊരു വ്യക്തിക്കോ ചിന്തയ്ക്കോ ഒന്നും ആ ഹൃദയത്തിൽ സ്ഥാനമില്ല. എന്നാൽ വേറെ എന്തിനേലും അവിടെ സ്ഥാപിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ യേശുവിന് അവിടെ വരാനും പറ്റത്തില്ല. കാരണം നമ്മുടെ യേശു ഒരിക്കലും രണ്ടാമനാകത്തില്ല. അതൊരു വസ്തുതയോ അല്ലെങ്കിൽ മറ്റു ദൈവമോ അല്ലെങ്കിൽ വേറെ എന്തുമാകട്ടെ, അത് എല്ലാം യേശുവിന് ശേഷമേ വരത്തുള്ളൂ. എന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു മന്ത്രം കൂടെയാണ് വാതിൽ തുറക്കുക എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ചോദിക്കും അതെങ്ങനെയാണ്? ഫോർ എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾ പോയിട്ട് മനോരമയുടെ 6, 7, 8 പേജിൽ വരും ഇന്നത്തെ വാരബലം. അപ്പോൾ പറയും ഈ വാരബലമൊക്കെ എന്നാ വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നാ കുഴപ്പം, ചുമ്മാ ഒരു തമാശയ്ക്ക് വായിക്കുന്നതല്ലേ അത്. ഇതിൻ്റെ പിന്നിലെ ആത്മാവ് ദൈവത്തിൽ നിന്നല്ലാത്തതിനാൽ നിങ്ങളത് വായിക്കുന്നു എന്നൊരൊറ്റ കാരണത്താൽ നിങ്ങളൊരു വാതിൽ തുറക്കുകയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാർ ശബരിമലയിൽ പോയി അവിടെ നിന്ന് ഒരു പ്രസാദമൊക്കെ ആയിട്ട് വന്നിട്ട് പറയുക എനിക്ക് അയാളെ പിണക്കണ്ടാത്തതുകൊണ്ട് ഞാനതങ്ങ് കഴിച്ചു. അല്ലെങ്കിൽ എന്തെങ്കിലും ആകട്ടെ, ഇതുപോലെ നമ്മുടെ ദൈവത്തിൻ്റെ വഴികൾക്ക് പുറത്തുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയും ആൾക്കാരെ പിണക്കാതിരിക്കാൻ വേണ്ടിയാണ് പലതും നമ്മൾ ചെയ്യുന്നത്. പിണക്കാതിരിക്കാൻ വേണ്ടി തുറന്നു കൊടുക്കും ആ വാതിൽ. അല്ലെങ്കിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ കാണണ്ടാത്ത കാര്യങ്ങൾ നമ്മുടെ ഫോണിലൂടെ കാണുമ്പോൾ നമ്മുടെ ചിന്താമണ്ഡലത്തിനെ നമ്മളിലേക്ക് ശത്രുവിനെ കയറി നിരങ്ങാൻ വേണ്ടി വാതിൽ തുറന്നു കൊടുക്കുക. അപ്പോൾ എന്നാ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ സ്വപ്നത്തിനകത്തും അതുപോലെ തന്നെ ശത്രു കയറി നിരങ്ങും. അപ്പം ആ നിലത്തിൻ്റെ ഇതാണ്. രണ്ടാമത്തെ നിലം എന്ന് പറയുന്നത് റൂട്ട്. ഈ നിങ്ങൾക്ക് ഇത്രയും വചനം പറഞ്ഞു തരുന്നൊരു സ്ഥലമാണ് ഇവിടെ, അല്ലേ? ആ വചനം പറഞ്ഞു തരുന്ന സ്ഥലത്ത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് നിങ്ങളുടെ ആ വേര് ഇറങ്ങി നിങ്ങളുടെ ജീവിതത്തിന് ഉള്ളിൽ ഫലം കായ്ക്കുക എന്നുള്ളത്. ഹൃദയം ഒരുക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വചനം എന്നാണെന്നുണ്ടെങ്കിലും തീർച്ചയായും ഫലം കായ്ക്കും. മൂന്നാമത്തേത് നമുക്കെല്ലാവർക്കും എന്ന് വെച്ചാൽ എൻ്റെ പ്രശ്നങ്ങളല്ല നിങ്ങളുടെ പ്രശ്നം, നിങ്ങളുടെ പ്രശ്നമല്ല എൻ്റെ പ്രശ്നം. പ്രശ്നമില്ലാത്ത ഒരു മനുഷ്യരും ഇല്ല. പക്ഷേ പ്രശ്നം എന്ന് പറയുന്ന സാധനം ദൈവത്തിൻ്റെ പൊസിഷൻ ഏറ്റെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിൻ്റെ സ്ഥലമില്ലാതാവും. പ്രശ്നമില്ലാത്ത ഒരു വ്യക്തിയുമില്ല. അത് സാമ്പത്തികമോ അല്ലെങ്കിൽ ആരോഗ്യപരമായോ എല്ലാ രീതിയിലുമുള്ള പ്രശ്നങ്ങളുണ്ടാകും. ആ പ്രശ്നത്തിന് നിങ്ങൾ ഒന്നാം സ്ഥാനം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിനെ ചുറ്റി അത് ഫലമില്ലാതായിത്തീരും. അവസാനമാണ് നല്ല വിത്തിനെക്കുറിച്ച്, നല്ല നിലത്തെക്കുറിച്ച് പറയുന്നത്. ഇതിനകത്തെല്ലാം വീണ വിത്ത്, ദൈവത്തിൻ്റെ വചനം എല്ലാം സെയിമാണ്. ഈ സഭയിലേക്ക് തന്നെ നോക്കുവാണെങ്കിൽ നമുക്ക് നോക്കാം എന്തുകൊണ്ട് ചില ആൾക്കാർ കൂടുതൽ വളരുന്നു, ചില ആൾക്കാർ അത്രയും വളരുന്നില്ല, അല്ലേ? പക്ഷേ ഈ നല്ല നിലത്തിനെക്കുറിച്ച് ദൈവം പറഞ്ഞൊരു കാര്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കേരളത്തിലിപ്പം 12ാം ക്ലാസ്സിൻ്റെ പരീക്ഷ 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും 12ാം ക്ലാസ് കഴിയുമ്പോഴത്തേനും ഫുൾ A+ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഫ്ലെക്സൊക്കെ അടിക്കും. ഞാൻ ഓർക്കുന്നുണ്ട് കഴിഞ്ഞ തവണത്തെ 12ാം ക്ലാസ് കഴിയുമ്പോഴത്തേനും നമ്മുടെ ചർച്ചിൽ ഒത്തിരി പേർക്ക് A+ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഗ്രേസ് ഇങ്ങനെ പറഞ്ഞു. കാരണം ഗ്രേസ് സൺഡേ സ്കൂളിൽ പഠിപ്പിച്ച പിള്ളേരാണ്, അവർക്കൊക്കെ ഫുൾ A+ കിട്ടി. അതായിരുന്നു വലിയ ഇത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും 100% കിട്ടുന്നതിനകത്താണ് ഈ ലോകത്തിൻ്റെ രീതിയിൽ ദൈവത്തിൻ്റെ പെർഫെക്ഷൻ, അല്ല ഈ ലോകത്തിൻ്റെ രീതിയിൽ ഉള്ള പെർഫെക്ഷൻ. എന്നാൽ ദൈവവചനത്തിൻ്റെ രീതിയിലുള്ള പെർഫെക്ഷൻ എന്നറിയാം. നല്ല നിലത്ത് വീണിട്ട് ചിലത് 30, ചിലത് 60, ചിലത് 100. ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ 30ഉം 100ഉം ഒരേ ലെവലിൽ നിൽക്കുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാബു ബ്രദറിൻ്റെ വളർച്ച വെച്ചുകൊണ്ട് ഒരിക്കലും അളക്കരുത്, എൻ്റെ വളർച്ചയെ വെച്ചുകൊണ്ട് അളക്കരുത്. എന്നുവെച്ചാൽ ഞാൻ പറയും സാബുവിന് ദൈവം കൊടുത്തിരിക്കുന്ന ഇത് ഭയങ്കരമാണല്ലോ, 100 കിട്ടിയിട്ടുണ്ട് എനിക്ക് 60 കിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. കാരണം ദൈവത്തിനെ സംബന്ധിച്ചോളം നമ്മുടെ ഹൃദയം കറക്റ്റാണെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ പെർഫെക്ഷൻ എന്ന് പറയുന്നത് എൻ്റെ 60ആണ്, അതുപോലെ തന്നെ സാബുവിൻ്റെ 100ആണ്. അതങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. നമുക്ക് അസൂയയ്ക്കൊരു സ്ഥലമില്ല അവിടെ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കിങ്ഡം പ്രിൻസിപ്പിൾ അങ്ങനെ. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഈ മാടപ്പള്ളി പോകുമ്പോഴത്തേനും ആ 21ാമത്തെ വാക്യം വായിക്കണം. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലോ കട്ടിൽ കീഴിലോ വെക്കുമാറുണ്ടോ? വിളക്ക് തണ്ടിന്മേലല്ലയോ വെക്കുന്നത്? 22 വായിച്ചു.
വെളിപ്പെടുവാനുള്ളതല്ലാതെ ഗൂഢമായതൊന്നുമില്ല, വെളിച്ചത്ത് വരുവാനുള്ളതല്ലാതെ മറവായതൊന്നുമില്ല. ഞാൻ ഈ വചനം ഈ മാടപ്പള്ളിയിലേക്ക് പോകുന്ന എല്ലാവരുടെ മേലും ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിക്കുക. ഞാൻ ഉണ്ടാക്കിയ കാര്യമൊന്നുമല്ല, ദൈവവചനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും രക്ഷിക്കപ്പെട്ടപ്പോൾ യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് എല്ലാം നൽകിയാണ് നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത്. പലതും മറഞ്ഞു കിടക്കുകയാണ്. ചിലത് ഈ പറഞ്ഞ നമ്മൾ നേരത്തെ ഒരാളെ കുറിച്ച്, ജോസഫിനെ കുറിച്ച് കേട്ടല്ലോ, ചിലർ അത്രയും ധൈര്യമൊന്നും ഇല്ലാതെ ഒളിച്ചിരിക്കുക. ഇന്ന് നിങ്ങൾ ധൈര്യത്തോടെ പുറപ്പെടുമ്പോൾ ഈ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, വെളിച്ചത്തിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചം എവിടെ ചെന്നാലും അന്ധകാരം ഓടിപ്പോകും. ഒരിക്കലും നമുക്ക് ലൈറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഇരുട്ടിനോട് വന്നാൽ ലൈറ്റിനെ മറയ്ക്കാൻ പറയാൻ പറ്റത്തില്ല. കാരണം ഇരുട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് ലൈറ്റ് ഇട്ട് കഴിയുമ്പോഴത്തേനും അന്ധകാരം ഓടിപ്പോകും. നിങ്ങൾ ആകുന്നു വെളിച്ചം. ഇന്ന വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര കൂടോത്രമൊക്കെ, അവിടെ ഭയങ്കര ഡാർക്ക് സീനാണ് എന്നൊക്കെ പറയത്തില്ല. ആ ഡാർക്ക് സീനിലേക്ക് നിങ്ങൾ കയറി ചെല്ലുമ്പം നിങ്ങൾ വെളിച്ചമാണ്. നിങ്ങൾ അവിടെ കയറുന്നു എന്ന കാരണത്താൽ ആ വെളിച്ചം, യേശു എന്ന വെളിച്ചം അവിടുത്തെ അന്ധകാരത്തിനെ നീക്കി മാറ്റും. 2, നിങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ഗിഫ്റ്റ്, ദൈവം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന മറഞ്ഞിരിക്കുന്ന പലതും ഈ യാത്രയിൽ ഈ പറഞ്ഞ പോലെ തന്നെ, ഈ പോലെ തന്നെ, അതായത് വെളിപ്പെടുവാനല്ലാതെ ഗൂഢമായതൊന്നുമില്ല, വെളിച്ചത്ത് വരുവാനല്ലാതെ മറവായ ഒന്നുമില്ല. ഇതെല്ലാം പുറത്തേക്ക് വരേണ്ടതാകുന്നു എന്നുള്ള പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷ് വായിക്കുമ്പോൾ നത്തിങ് ഈസ് ഹിഡൻ എക്സെപ്റ്റ് ടു ബി റിവീൽഡ്, നോർ ഹാസ് എനിത്തിങ് ബീൻ സീക്രട്ട് ബട്ട് ദാറ്റ് വുഡ് ഹാവ് ബീൻ കം ടു ലൈറ്റ്. എന്ന് വെച്ചാൽ ഇതൊരു നെഗറ്റീവായിട്ടുള്ള കാര്യമായിട്ടല്ല യേശു പറയുന്നത്. അതായത് നിങ്ങളുടെ പാപം പുറത്തേക്ക് തെളിഞ്ഞു വരും എന്നുള്ളതല്ല. ഇവിടെ വെളിച്ചത്തിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലേ? അതായത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആ വെളിച്ചം നിങ്ങൾ മാടപ്പള്ളിയിൽ പോകുമ്പോൾ മറഞ്ഞിരിക്കുന്നത് തെളിവായുക തന്നെ ചെയ്യും. ഞാൻ ആ വചനം പോകുന്ന എല്ലാവരുടെ മേലും ഡിക്ലെയർ ചെയ്യുന്നു. അതിൻ്റെ ഫലം കായ്ച്ചത് തിരിച്ചു വരട്ടെ. അവസാനത്തെ 24, 25 വായിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ കേൾക്കുന്നത് എന്ത് എന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് നിങ്ങൾക്കും അളന്നു കിട്ടും, അധികമായും കിട്ടും. ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്തു കളയുമെന്ന് അവൻ അവരോട് പറഞ്ഞു. ഇത് നമ്മുടെ കേരള കൾച്ചറിൽ, നമ്മുടെ മലയാളി കൾച്ചറിൽ ഇത് നമുക്ക് അങ്ങ് ദഹിക്കത്തില്ല. അതിൻ്റെ കാരണം പറയാം. നമ്മളൊരു കുറച്ചുകൂടെയും ഒരു കമ്മ്യൂണിസ്റ്റ്, അതായത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, കുറച്ചുകൂടെ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളൊക്കെ ജീവിച്ചു പോകുന്നതുകൊണ്ട് പണക്കാരുടെ കയ്യിൽ നിന്ന് എടുത്ത് പാവപ്പെട്ടവന് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ചിന്താഗതി. ആരേലുമൊക്കെ ഒന്ന് പച്ച പിടിച്ച് കഴിഞ്ഞാൽ, അതായത് റേണിച്ചാൻ ഒരു പുതിയ ബെൻസ് മേടിച്ചു, അപ്പോൾ തന്നെ പറയും, ഓ റേണിച്ചാൻ ബെൻസ് മേടിച്ചല്ലേ, അതെങ്ങനെയാണ് ബെൻസ് മേടിച്ചത്, ചിലപ്പോൾ അത് ശരിയല്ല. അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത്. അല്ലാതെ ദൈവം റേണിച്ചാനെ അനുഗ്രഹിച്ച് ഒരു ബെൻസ് വാങ്ങിച്ചു എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കത്തില്ല. അതിൻ്റെ കാരണം ഈ നാടിൻ്റേതായിട്ടുള്ള ഒരു സ്പിരിറ്റാണ്, ഈ ലോകത്തിൻ്റെ അതായത് കേരളത്തിൻ്റെ ഒരു സ്പിരിറ്റാണ്. അതെനിക്ക് മനസ്സിലായത് പറയുന്നുള്ളൂ. അതായത് ഇവിടെയുള്ളതെന്ന് വെച്ചാൽ ആരേലും എങ്ങനെയും പച്ച പിടിച്ചാൽ ആദ്യം ചിന്തിക്കുന്നത് അതെന്തെങ്കിലും കള്ളത്തരത്തിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കും. അല്ലെങ്കിൽ പറയും, എന്നാലും അവൻ ഇത്രയും ബെൻസൊക്കെ ഓടിച്ച് നടക്കുന്നതല്ലേ, ചിലപ്പോൾ അവൻ നീതിമാനായിരിക്കത്തില്ല, അവനൊരു ആത്മീയനായിരിക്കത്തില്ല. അങ്ങ് നമ്മൾ എഴുതുക. ഒരാളൊരു ബെൻസ് വാങ്ങിച്ചു എന്ന ഒരൊറ്റ കാരണത്താൽ നമ്മൾ അവനെ വിധി എഴുതുകയാണ്, അവൻ ആത്മീയനല്ല. അത് വന്നേക്കുന്നത് വചനത്തിൽ നിന്നല്ല, അത് വന്നിരിക്കുന്നത് ഈ സ്ഥലത്തിൻ്റെതായിട്ടുള്ള ഒരു സ്പിരിച്വൽ കള്ളമാണ്. ഞാനിത് പറയുന്നതിൻ്റെ കാരണം ആ കള്ളത്തിനെ പൊളിച്ചെടുക്കാൻ ദൈവം നൽകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ രീതി ഇങ്ങനെയാണ്. അത് ഇത് പർട്ടിക്കുലറി പറയുന്നത് കേൾക്കുന്നതിനെക്കുറിച്ചാണേലും ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ദൈവം ആരെയും അനുഗ്രഹിച്ച് കഴിഞ്ഞാൽ അതിനെ സെലിബ്രേറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ഗ്രേസിന് ഡ്രീം കൊടുക്കുന്നത്. ചില ഗിഫ്റ്റിങ്ങൾ ഗ്രേസിന് കൊടുക്കുമ്പം ഞാനത് സെലിബ്രേറ്റ് ചെയ്തില്ലെങ്കിൽ എനിക്ക് ആ ഏരിയയിലെ വാതിൽ അടഞ്ഞു പോകും. അതുകൊണ്ടാണ് പലപ്പോഴും പല ആൾക്കാരെ സ്റ്റക്കായി നിൽക്കുന്നതിൻ്റെ കാരണം. എനിക്ക് വലിയ ആഗ്രഹമാണ് പ്രവചനം, എന്നാൽ ജോർജ് ചാൻ ഇവിടെ നിന്നുകൊണ്ട് അസാധാരണമായ പ്രവചനങ്ങൾ നൽകുക. എന്നിട്ട് ഞാൻ പറയുമോ ഇത് നമ്മുടെയൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്ന യേശുവിനെ കുറിച്ച് അവർ പറഞ്ഞാൽ അറിയോ, ബെൽസെബേൽ എൻ്റെ കാരണം കൊണ്ടാണ് പുള്ളി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മുടെ നേതാവിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞെങ്കിൽ
നമ്മളെക്കുറിച്ചും അങ്ങനെയൊക്കെ പറയും. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല ആൾക്കാർ. നമ്മൾ വചനത്തിനനുസരിച്ച് നടക്കുന്നെങ്കിൽ പല ആൾക്കാരും പറയും. പക്ഷേ എനിക്കൊരു അസൂയ ഉണ്ടാകാം, ജോർജ് ചായൻ അങ്ങനെയൊക്കെ പറയുന്നില്ല. അങ്ങനെ ചിന്തിച്ചാൽ എനിക്ക് അതിനകത്ത് ഒരിക്കലും വളർച്ച ഉണ്ടാകത്തില്ല. എന്നോടൊരാൾ പറഞ്ഞു, അതായത് ഈ അന്യഭാഷയെ ഒത്തിരി പരിഹസിച്ച ആൾക്കാർക്ക് അന്യഭാഷ എന്നുള്ള വരം കിട്ടാൻ ഭയങ്കര പാടാണ്. കാരണം അവരാ പരിഹസിച്ചു എന്നുള്ള കാരണം കൊണ്ട് വാതിലടഞ്ഞു പോകും. പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ കാര്യത്തിനകത്തും അങ്ങനെയാണ്. അപ്പം ദൈവം ആരെയും ഉയർത്തിയാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശ്വസിക്കുന്നു, ഞാനിവിടെ വന്ന് സംസാരിച്ചു എന്ന കാരണത്താൽ ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഫേവർ കാണിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ പുതിയ വാതിലുകൾ തുറന്നു കിട്ടും. സാമ്പത്തികമായി തന്നെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. എന്നിട്ട് ഒരാൾ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരാൾ അസൂയപ്പെടുകയല്ല ചെയ്യുന്നത്, അയാളെ അനുഗ്രഹിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതേപോലെ കൈ അടിച്ചു കഴിഞ്ഞാൽ ആ രീതിയിൽ നിങ്ങളും അനുഗ്രഹിക്കും. അതാണ് കിങ്ഡം പ്രിൻസിപ്പിൾ. ഈ 24-ാമത്തെ വാക്യം ഭയങ്കര റെലവൻ്റാണ്. ഇവിടെ മൊബൈൽ ഫോൺ ഇല്ലാത്ത ആരാ ഒരാളെ കൈ വെക്കാമോ? മൊബൈൽ ഫോൺ ഇല്ലാത്തവർ. മൊബൈൽ ഫോൺ ഇല്ലല്ലേ അമ്മച്ചിക്ക്? ഇല്ല. വേറെ ആരും ഉണ്ടോ? രണ്ട് പേർക്കുള്ളൂ മൊബൈൽ ഫോൺ ഇല്ലാത്തവർ. രാവിലെ എഴുന്നേറ്റ് വരുമ്പം ആദ്യം മൊബൈൽ ഫോൺ എടുക്കാത്ത ആരെങ്കിലും ഉണ്ടെ കൈ വെക്കാമോ? മൊബൈൽ ഫോൺ ഒരാൾ, 2 പേര്, 3 പേര്, 4 പേര്, അവിടെ 5 പേര്. ഇത്രയും പേരിനകത്ത് 5 പേര്. ശതമാനം വെച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെ റോബിച്ചായം പോലും അതിനകത്തില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനെടുത്തൊരു തീരുമാനമാണ്, എൻ്റെ തലയ്ക്കകത്തേക്ക് ആദ്യം കയറേണ്ട സാധനം. കാരണം നമ്മളിപ്പോൾ ജീവിക്കുന്ന യുഗം, ഇതിനു മുമ്പുണ്ടായ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ കഴിഞ്ഞ് പല റെവല്യൂഷനുകൾ നടക്കും. ഇപ്പം നടക്കുന്ന ഇതാണ് ഇൻഫർമേഷൻ റെവല്യൂഷൻ. ഇൻഫർമേഷൻ യുഗത്തിലൂടെ നടന്നത്. അതായത് പണ്ടൊക്കെ നമുക്ക് എന്നെ അറിയായിരുന്നു, അതായത് ആരെങ്കിലും പാസ്റ്റർ പറഞ്ഞു തരുന്ന അറിയായിരുന്നു, അല്ലെങ്കിൽ കവലെ പോയി ചായ കുടിക്കുമ്പോൾ പറയുന്ന കേൾക്കാം, ആരെങ്കിലും എന്തെങ്കിലും ഫോൺ വിളിച്ച് പറഞ്ഞറിയാം. നമ്മുടെ അറിവ് അല്ലെ പത്രത്തിൽ വരുന്ന അറിവ് അത്ര ഉള്ളായിരുന്നു. ഇപ്പോഴത്തെ അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തു നിന്നും ഇൻഫർമേഷൻ ഇങ്ങനെ തള്ളിക്കയറിക്കൊണ്ടിരിക്കുക, TV ആയിട്ടും ഫോണായിട്ടും അല്ലേ? അത് വെച്ചുകൊണ്ട് ഈ വചനം വായിച്ചേ, 24 ഒന്നോടെ വായിക്കാമോ? നിങ്ങൾ കേൾക്കുന്നത് എന്താ എന്ന് സൂക്ഷിച്ചു കൊള്ളുവിൻ. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് നിങ്ങൾക്കും അളന്നു കിട്ടും, അധികമായും കിട്ടും. ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്തു കളയുമെന്ന് അവൻ അവരോട് പറഞ്ഞു. ഇന്ന് രാവിലെ അച്ചച്ച റോബിച്ചായൻ ശൈലജ ചേച്ചിയോട് പറഞ്ഞ ഈ വചനമല്ല പറഞ്ഞത്, പക്ഷെ ഇത് തന്നെയാണ് പറഞ്ഞത്. അത് ശരിയല്ലെന്ന് ചോദിച്ചേ, അത് തന്നെ പറഞ്ഞു. അതായത് നിങ്ങൾ കേൾക്കുന്നത് എന്താണെന്ന് നിങ്ങൾ സൂക്ഷിക്കണം, അല്ലേ? അതായത് ആദ്യം നിങ്ങളുടെ തലക്കകത്തേക്ക് കയറുന്നത് ഫോണിൽ വരുന്ന സാധനങ്ങളാണെങ്കിൽ പിന്നെ പോയി നിങ്ങൾ ദൈവവചനം വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ആ വചനം ഫ്രൂട്ട്ഫുൾ ആകുന്നു. അതിൻ്റെ കാരണം ദൈവത്തിന് ഒരിക്കലും 2ാം സ്ഥാനം പറ്റത്തില്ല. ഞങ്ങൾ തരുന്ന തീരുമാനമാണ് ആദ്യം തലക്കകത്തേക്ക് കയറേണ്ടത് ദൈവവചനമാണ്. അത് ഒരു വാക്യമെങ്കിൽ ഒരു വാക്യം. ഞാനൊരു പർട്ടിക്കുലർ പാറ്റേണിൽ പോകുന്ന ആളാണ്. എല്ലാവരും എന്നെപ്പോലെ പാറ്റേണിൽ പോകണമെന്നില്ല, പോകണമെന്ന് ഞാൻ ആവശ്യപ്പെടുത്തില്ല. പക്ഷേ എങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനൊരു ബൈബിൾ ഉണ്ടല്ലോ, അതിനകത്ത് ഒരു വാക്യമെങ്കിലും അല്ലെങ്കിൽ ഒരു ഖണ്ഡികയെങ്കിലും അല്ലെങ്കിൽ ഒരു ചാപ്റ്ററെങ്കിലും അത് ആദ്യം കയറിയതിന് ശേഷം അടച്ചു വെച്ച് നിങ്ങൾ എന്തിൻ്റെ മെനപ്പൊക്കും നിങ്ങളെ ചലഞ്ച് ചെയ്യുക. പോളിട്രിനിറ്റി ചർച്ചിനെ ഞാൻ ചലഞ്ച് ചെയ്യുക. ഫോണില്ലാത്ത ആൾക്കാർക്ക് എളുപ്പമാണ്, ഫോണിൻ്റെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല, നേരെ വചനത്തിലേക്ക് പോകാം. ആദ്യം തലയ്ക്കകത്തേക്ക് കയറേണ്ട ഇൻഫർമേഷൻ വചനമായാൽ നിങ്ങൾ ജ്ഞാനികളാകും. ആ വചനം നിങ്ങളോട് സംസാരിക്കും, ദൈവത്തിൽ നിന്ന് കേൾക്കുന്നതിനായിട്ട് ക്ലാരിറ്റി ഉണ്ടാകും. ഈ ക്ലാരിറ്റി വെച്ചുകൊണ്ട് ഒരു ദിവസം എന്താണ് പറയേണ്ടതെന്നുള്ളത് ദൈവം വചനത്തിലൂടെ തന്നെ ഇടപെടും. ആ വചനം നിങ്ങൾ ചിന്തിക്കുന്നതിനുമായി നിങ്ങൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അറിയാതെ വചനം നിങ്ങൾ ഡിക്ലെയർ ചെയ്യും. ആ വചനം ഫലം കായ്ച്ച് നമ്മൾ തന്നെ അതിശയപ്പെടും. ഞാൻ പറയും, ചില പ്രാർത്ഥനകൾ ഉത്തരം കിട്ടുമ്പോൾ ഞാൻ തന്നെ അതിശയിച്ചു. ഈ കഴിഞ്ഞ ഓണത്തിൽ ഇതൊരു കഥയാണ്. ഈ കഴിഞ്ഞ ഓണത്തിൽ ഈ സംസ്ഥാനത്തിൻ്റെ ഒരു MLA, നമ്മുടെ രീതിയിലുള്ള ഒരു ബന്ധമില്ലാത്ത ഒരാൾ, ആ പുള്ളിക്ക് ഭയങ്കര നിർബന്ധം ഓണത്തിന് എന്നോട് സംസാരിക്കണം. അന്ന് ഞങ്ങളുടെ ചർച്ച നടക്കുന്ന സമയമാണ്, ചർച്ച എന്തോ പരിപാടി നടക്കുന്നു. അതുകൊണ്ട് ഞാൻ ഫോൺ എടുത്തില്ല. ഒരു ദിവസം ഒരു 6 ഫോൺ കോളാണ് ആ പുള്ളിയുടെ മരുമോൻ്റെ ആ പുള്ളിയുടെ പെങ്ങളുടെ മോൻ്റെ കോളാണ്. കുറേ കഴിഞ്ഞിട്ടേനും ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ പറഞ്ഞു ആ ആൾക്ക് സംസാരിക്കണം. ഇതിൻ്റെ കാരണം എന്താണെന്നറിയോ? ആ പുള്ളിക്ക് എന്തുകൊണ്ടാണ് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ MLA യുടെ പെങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു.
ഞാനും ഗ്രേസും എല്ലാം പോയി. എന്നിട്ട് ഞാൻ പോലും അതിശയമാകുന്ന രീതിയിൽ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഞാൻ വിചാരിച്ചു പ്രാർത്ഥിക്കുക എങ്ങനെ ഇരിക്കും. എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചത് ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാത്ത രീതിയിൽ ദൈവം പ്രവർത്തിച്ചു. എൻ്റെ മെഡിക്കല്ല, ദൈവം അവർക്ക് വേണ്ടി ചെയ്തതാണ്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ അവരിങ്ങനെ കണ്ടിന്യൂസ്ലി നമ്മളെ വിളിക്കുക. ഇവിടെ പാസമാൻ ലൈൻറ്റാണോ, ഈ നാട്ടിൽ പാസമാൻ ലൈൻറ്റല്ല, അവിടേക്ക് വിളിക്കുകയാണ് എൻ്റെ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി. എൻ്റെ പ്രാർത്ഥന മെടുക്കാണോ, അതുമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം അവർക്ക് അവരുടെ ആ ആഗ്രഹത്തിൻ്റെ മേൽ ദൈവം നമ്മൾ തന്നെ അന്തം പെടുന്ന രീതിയിലുള്ള പ്രാർത്ഥനയ്ക്കത്തിന് വരും. ഞാനിത് പറയാനുള്ള കാരണം, നിങ്ങൾ ഇനി പോയി പ്രാർത്ഥിക്കുമ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ വാ പൊളിക്കുന്ന രീതിയിലുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളിലൂടെ തന്നെ ഉണ്ടാകുക തന്നെ ചെയ്യും. എനിക്ക് അനുവദിച്ചിരിക്കുന്ന സമയം കഴിഞ്ഞുകൊണ്ട് ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കും. അതിന് മുമ്പ് ഞാൻ അച്ഛയോട് രാവിലെ ചോദിച്ചാണ്, ആദ്യമായിട്ട് വീട് വിട്ട് പുറത്ത് പഠിക്കാനോ ജോലിക്കോ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത് നിൽക്കുന്ന ഈ അടുത്ത ദിവസങ്ങളിൽ പോകാനുള്ള ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പം അടുത്ത ദിവസങ്ങളിൽ തന്നെയാണ് പോകുന്നത്, ആദ്യമായിട്ട് പോവുക. വേറെ എല്ലാം ഉണ്ടോ? റോഹിച്ചാനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാണോ അല്ലേ? എന്നാലും പ്രാർത്ഥിച്ചേക്കാം. അച്ഛയോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ആരും അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നാണ് പറഞ്ഞത്. അത് അമൽഷാജിയാണ്. അമൽഷാജിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് ഒരു ജനറലായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ അമൽഷാജിക്ക് വേണ്ടി നന്ദി പറയുന്നു. താങ്ക് യു. ദൈവമേ, നീ ഞങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ ഗിഫ്റ്റ്, നീ ഞങ്ങളുടെ ഉള്ളിൽ ഇന്ന് ദീപേഷ് പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ വന്ന് വസിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഗിഫ്റ്റ്. നീ വെളിച്ചം, ലോകവും സർവവും സൃഷ്ടിച്ച ദൈവം, അവൻ്റെ പൂർണ്ണതയിൽ ഞങ്ങളുടെ ഉള്ളിൽ വന്ന് വസിക്കുന്നു. അതിനാൽ നമ്മൾ എവിടെ പോയാലും അവിടെ അനുഗ്രഹിക്കപ്പെടും. എല്ലാ ഡാർക്ക് സ്ഥലങ്ങളിൽ പോയാലും അവിടെയെല്ലാം ദൈവം ഞങ്ങളെ വെളിച്ചമാക്കി വെച്ചിരുന്നതിനാൽ അവിടുത്തെ അന്ധകാരം മാറിപ്പോകും. എന്നാൽ അവിടെ ഞങ്ങൾ വെളിച്ചമായി പ്രഘോഷിക്കും. എവിടെ ചെന്നാലും വചനം പറയുന്ന പോലെ ഇരുട്ടിൽ കിടന്ന ഒരു പറ്റം ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്നുള്ള ആ വചനം, കർത്താവേ, ഞാൻ അമൽഷാജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവൻ എവിടെ ചെന്നാലും അവനൊരു വെളിച്ചമായി തീരട്ടെ. കർത്താവെ, ഞാൻ പ്രാർത്ഥിക്കുന്നു, ആദ്യമായി പോകുന്നതാണല്ലോ, കർത്താവിൻ്റെ കരം അവൻ്റെ കൂടെ ചലിക്കണം. അവൻ്റെ മുമ്പിൽ വെക്കുന്ന എല്ലാ ടെംപ്റ്റേഷനുകളെയും എല്ലാ റോങ് ഡിസിഷനുകളെയും ഓവർകം ചെയ്യാനുള്ള ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേൽ വർദ്ധിച്ചു വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവവചനവും ദൈവത്തിനും ദൈവവചനത്തിന് അനുസൃതമായി അവൻ്റെ പാദം ചലിക്കട്ടെ. ദൈവവചനത്തിന് അനുസൃതമായി അവൻ്റെ വാക്കുകൾ വരട്ടെ. അവൻ്റെ കണ്ണുകൾ ദൈവവചനത്തിന് അനുസൃതമായി മാത്രം കാണട്ടെ. അതിലൂടെ ഇവൻ അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവൻ്റെ വഴികളുടെ മേൽ ദൈവത്തിൻ്റെ അത്ഭുത കരം ചലിക്കണം. അവൻ അനേകർക്കൊരു അനുഗ്രഹമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവൻ പോകുന്ന യാത്രകളിലെല്ലാം കർത്താവിൻ്റെ അൺയൂഷ്വൽ ഫേവർ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പുതിയ വാതിലുകൾ അവന് നീ തുറന്നു കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്താൽ അവൻ മുമ്പ് സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ ദൈവം അവനായിട്ട് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊവിഷൻ ഉണ്ടാകണം. അവൻ മൂലം ഇവൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എല്ലാ രീതിയിലും ആ കുടുംബത്തിലേക്ക് കർത്താവ് അരുൺ ഷാജി ആകട്ടെ, അതുപോലെ തന്നെ അനുഷാജി, കർത്താവ് മക്കളുടെ മേലെല്ലാം കർത്താവിൻ്റെ ഡിവൈൻ ഫേവർ ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇവനിലൂടെ ഈ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടതെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ മാടപ്പള്ളി പോകുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ വചനം ഒരിക്കൽ കൂടി എടുത്ത് ഡിക്ലെയർ ചെയ്തു. ഇരുട്ടിക്കിടന്ന ഒരു ജനം വലിയൊരു വെളിച്ചം കണ്ടു. കർത്താവെ, യേശു ക്രിസ്തു വന്ന ആ വെളിച്ചം, കർത്താവെ, ഇവരിലൂടെ ദൈവം യേശുവിൻ്റെ വെളിച്ചം ഇവരിലൂടെ കർത്താവെ ആ ദേശത്തേക്ക് കർത്താവ് പ്രവർത്തിക്കണം. കർത്താവെ, ഒരാളിലൂടെയാണല്ലോ, ഒരാളിൽ തുടങ്ങിയതാണ് നമ്മുടെ യൂറോപ്പ് മൊത്തത്തോടെ പിടിക്കപ്പെട്ടത്. അതുപോലെ എങ്കിൽ ഇവിടെ ഒരു ശൈലജ ചേച്ചിയുടെതിലൂടെ ദൈവം തുടങ്ങി വെച്ച പ്രവൃത്തിയെ യേശുവിൻ്റെ നാമത്തിൽ വർദ്ധിക്കാൻ ഡിക്ലെയർ ചെയ്യുന്നു. ആ വാതിലിൻ്റെ മേൽ വിശ്വസ്തയോടെ നടക്കേണ്ടതിനായി കർത്താവെ, പ്രാർത്ഥിച്ച് പോകുന്ന ജനങ്ങൾക്ക് ദൈവത്താൽ ഉണ്ടാകുന്ന ജ്ഞാനവും ദൈവത്താൽ ഉണ്ടാകുന്ന വേർഡും കർത്താവ് കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു കർത്താവെ. എൻ്റെ സ്വരം കേട്ട എല്ലാ ജനങ്ങൾക്കും കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു, വിശ്വാസം ഒരു ഗിഫ്റ്റാണ്, നീ എനിക്ക് നൽകിയ ഗിഫ്റ്റാണ്. അത് ധാരാളമായി വർദ്ധിക്കേണ്ടതെന്നായി പ്രാർത്ഥിക്കുന്നു.
കർത്താവേ നീ എനിക്ക് ഫ്രീ ആയിട്ട് തന്നതാണ്. ഞാൻ അതിൻ്റെ ഒരു വർധനവ് ഈ കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും കർത്താവ് വർദ്ധിപ്പിച്ച് നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ ചിന്തകൾ, അവരുടെ സംസാരം, അവർ കേൾക്കുന്നത് എല്ലാം വിശ്വാസത്തിന് ഉളകുന്നതായി തീരുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ നമ്മളുടെ അവസാനം പറഞ്ഞ ഇത് കേൾക്കുന്നത് എന്താണോ അത് അധികമായി കിട്ടുമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ കേൾക്കുന്നത് യുദ്ധത്തിൻ്റെ വാർത്തകളോ ഈ പാപത്തിൻ്റെ ലിസ്റ്റ് ഇന്ന് ജോർജ് ഞാൻ വായിച്ചു അതിൻ്റെ കാര്യങ്ങളോ നെഗറ്റീവായിട്ടുള്ള സാധനങ്ങളൊക്കെ അത് കേട്ടിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ അത് കൂടുതലായി വന്നെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനേക്കാൾ അധികമായി ദൈവം ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്തെന്ന് കേൾക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ സ്വരം എല്ലാ രീതിയിലും വ്യക്തമായി കേൾക്കുവാനും അത് ധാരാളമായി വർദ്ധിച്ചുണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉള്ളവന് ധാരാളമായി നൽകുന്നതാണല്ലോ നിൻ്റെ കിങ്ഡം പ്രിൻസിപ്പിൾ. കർത്താവെ വിശ്വസോടെ നിൽക്കുന്നിടമേ ദൈവത്തിൻ്റെ വർധനവ് ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്.